സഹൃദയരെ, തേറമ്മ എന്ന ചെറു ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെയും അതിനു ജീവൻ കൊടുത്ത് അഭിനയിച്ച കലാകാരന്മാരെയും അഭിനന്ദിക്കുന്നതിനും അനുമോദിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ സഹൃദയ മനസ്സുകളെയും ഹാർദവുമായി സ്നേഹാദരം എന്ന ഈ പരിപാടിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ മോഹനൻ കക്കാണത്ത്. അദ്ദേഹത്തെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിനു വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. കുമാരി ഐശ്വര്യ സുകുമാരന്റെ പ്രാർത്ഥനാ ഗാനത്തോടുകൂടിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ദൈവമേ, നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നിടണേ. സത്യമാണു ദൈവമെന്നും, ശാന്തിയാണു ദൈവമെന്നും, സ്നേഹമാണു ദൈവമെന്നും തോന്നിടണേ. സത്യമാണു ദൈവമെന്നും, ശാന്തിയാണു ദൈവമെന്നും, സ്നേഹമാണു ദൈവമെന്നും തോന്നിടണേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നും ഉള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നിടണേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നും ഉള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നിടണേ. ദൈവമേ, നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നിടണേ. എന്നുമെന്നും അടിയാതെ തോന്നിടണേ. മോളെ എവിടുത്തെയാ? നമുക്ക് ഓരോരുത്തരെ പേടിക്കണ്ട കേട്ടോ, ഞാൻ കൊണ്ടാക്കാം. നമ്മുടെ ഈ അനുമോദന യോഗത്തിൽ ഹ്രസ്വചിത്രം കണ്ട് അവലോകനം നടത്തുന്നതിനും കലാകാരന്മാരെ നമ്മുടെ സ്നേഹോപഹാരം നൽകി അനുമോദിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കണ്ണൂർ ഫിലിം ചേംബറിന്റെ മുൻ പ്രസിഡന്റും കണ്ണൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകനും തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ശ്രീ പ്രമോദ് കാളിയത്ത് അവരെ ഹാർദവുമായി വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കൂട്ടം കലയെ സ്നേഹിക്കുന്ന, കല മനസ്സിൽ ഒക്കെ സൂക്ഷിക്കുന്ന ഒത്തിരി പേരുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നത്, ആദ്യം സ്വീകരിക്കുക, നിങ്ങളോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമായി എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായി നമ്മുടെ സുരേഷ് പടിഞ്ഞാറക്കരയെ അഭിനന്ദിക്കുന്നു. എനിക്ക് ഈ കഥ നേരത്തെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു
ആകാംക്ഷയോടുകൂടി എനിക്ക് ഈ പടം കാണാനായിട്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും ഈ കഥ അറിയുന്നവരാണ്. ഒരു പക്ഷേ പലർക്കും കഥ അറിയുന്ന ഒരാള് ഒരു പടം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തത ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു അനുവാചകൻ എന്ന നിലയിൽ ഒന്നും അറിയാതെ ഒരു പടം കാണുമ്പോൾ ആ പടത്തെ നിരീക്ഷിക്കുന്നത് ഒരു വളരെ സന്തോഷപ്രദമാണ്. ഒരു പക്ഷെ നമുക്ക് കഥ ഇങ്ങനെ പോണു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ആകാംക്ഷയുടെ കുറവ് അനുഭവപ്പെടില്ല. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ ഈ പടം കണ്ടിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തില് ചരിത്രത്തിനുപരിയായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് പുരാണങ്ങളിലൂടെയാണ് നമ്മുടെ ചരിത്രം കടന്നു പോകുന്നത്, നിലനിൽക്കുന്നത്. നമ്മുടെ ഐതിഹ്യങ്ങൾ അറിയുന്നതോടെയാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിയുന്നത്. നമ്മൾ ഒരുപാട് കഥകളിലൂടെയാണ് നമ്മുടെ ചരിത്രം നിൽക്കുന്നത്. ഇവിടെ സുരേഷ് പടിഞ്ഞാറേക്കരയിൽ ഈ ഐതിഹ്യത്തെ, ഈ ചരിത്രത്തെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ചരിത്ര രചനയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ചരിത്രം കൂടിയാണ്, നമ്മുടെ ആദ്യ ചരിത്രം കൂടിയാണ്. ആ ഒരു ചരിത്രമാണ് സിനിമ എന്ന മാധ്യമത്തിലൂടെ അദ്ദേഹം സന്നിവേശിപ്പിക്കുന്നത്. ഇതൊരു ചാലഞ്ച് കൂടിയുണ്ട്. ഐതിഹ്യത്തെ പിൻപറ്റി അല്ലെങ്കിൽ നാട്ടിൽ പാടി പതിഞ്ഞ ഒരു കഥയെ ഒരു കലാരൂപമാക്കി മാറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ചാലഞ്ച് ഉണ്ട്. അത് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കാണുമ്പോഴും ഒരു സിനിമ എടുക്കുന്ന ആളെന്ന നിലയിൽ, ഡയറക്ടർ എന്ന നിലയിലും ആ ചാലഞ്ച് ഏറ്റെടുക്കേണ്ടി വരും. നമുക്ക് പലപ്പോഴും അറിയാം, ടി വാസുദേവനാരൊക്കെ നമ്മുടെ രണ്ടാം ഊഴം എന്ന ഒരു രചന നിർവഹിച്ചിട്ടുണ്ട്. അതില് അദ്ദേഹം ഭീമനെ അവതരിപ്പിക്കുന്നതും ഒരു പുതിയൊരു ഭീമനെയായിട്ടാണ്. നമ്മൾ മഹാഭാരതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് സന്നിവേശിച്ച ഒരു ഭീമനെയല്ല നമുക്ക് പിന്നീട് രണ്ടാം ഊഴം വായനയിലൂടെ നമ്മൾ ഭീമനെ കാണുന്നത്. ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഭീമൻ അതില് പിന്നെ മഹാഭാരതത്തിലെ ഒരു വലിയ കഥാപാത്രമായി, ഒരു കേന്ദ്ര കഥാപാത്രമായി എം ടി വാസുദേവനാർ പ്രതിഷ്ഠിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ടാം ഊഴം വായിച്ചു പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടായി. എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേമാതിരി ഈ ചാലഞ്ച് നമ്മൾ ചതിയൻ ചന്തുവായിട്ട് മാത്രം നമ്മൾ മനസ്സിൽ പതിഞ്ഞൊരു കഥ, അതിനെ മറ്റൊരു ചന്തുവായിട്ടാണ് എം ടി നമ്മിലേക്ക് ചിത്രരൂപത്തിലേക്ക് നമ്മൾ സന്നിവേശിക്കുന്നത്. അത് നമ്മൾ പാടിപ്പതിഞ്ഞ് നമ്മുടെ ഐതിഹ്യത്തിൽ നമ്മുടെ മനസ്സിലോ പേരോടിയ ഒരു കഥയെ അത് തന്നെ പകർത്തുമ്പോഴുണ്ടാവുന്ന ഒരു ചാലഞ്ച്, അതൊരു വ്യത്യസ്തമായ ചാലഞ്ചാണ്. അത് നേരടങ്ങപ്പടി പറഞ്ഞു തരുമ്പോൾ അത് ആ ഓഡിയൻസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കരുതൽ, ഒരു വിദ്യ നമുക്ക് ഉണ്ടാവേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകൻ എന്ന നിലയിൽ ഇത്തരം ഒരു മാറ്റവും ഇല്ലാതെ കാണിക്കുന്നത്, അതൊരു ഒരു കയ്യൊതുക്കം അത്തരം ഒരു രംഗത്തിന് ആവശ്യമുണ്ട്. ഈ ഒരു ഐതിഹ്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴുണ്ടാകുന്നത് നമ്മുടെ ചരിത്രത്തോടുള്ള നീതി പുലർത്താൻ കഴിയുന്നതാണ്. നീതി പുലർത്തുകയാണ് നമ്മുടെ ചരിത്രം. നമ്മുടെ ജനങ്ങളിലേക്ക്, ഈ വരുന്ന തലമുറയിലേക്ക് വളരെ കൃത്യമായിട്ട് ഇതാണ് നിന്റെ ചരിത്രം എന്ന് പറയാൻ, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചരിത്ര പുസ്തകമായിട്ട് ഈ തേർമ ആവുമെന്ന് തോന്നുന്നത്. നമ്മൾ നേരത്തെ കഥ അറിയുന്ന ആളെന്ന നിലയിൽ നമ്മൾ പിന്നെ ഈ ചിത്രത കാണുമ്പോൾ ഒരു വിമർശകന്റെ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുക. ആ കഥ അങ്ങനെ പോകുന്നു, അത് തെറ്റിപ്പോയോ അല്ലെങ്കിൽ മറ്റേതായിപ്പോ അത്തരം ഒരു വിമർശകന്റെ ബുദ്ധി. പക്ഷെ കഥ അറിയാതെ നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ വളരെ ഒരു അനുഭവം, അത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ആ ഒരു വ്യത്യസ്തമായ അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ തേർമയുടെ യാത്ര, ഈ കാസർഗോഡിന്റെ ഒരു പഴയ ചരിത്രത്തിലേക്കുള്ള യാത്ര. അത് വിസ്മയിപ്പിക്കുന്നതാണ്. ഇതിൽ പിന്നെ ഒരുപാട് കലാകാരന്മാർ, ഒരുപക്ഷെ ആ പിന്നെ ജോത്സ്യം പറയുന്ന രംഗത്ത് വെറുതെ ഇരിക്കുന്ന, വെറുതെ ഞാൻ ഇങ്ങോട്ട് കമ്പിൽ പോവുകയാണ്, ആ ഇരിപ്പിൽ പോലും ഒരു
അഭിനയമുണ്ട്, ഒരു അഭിനയ തികവുണ്ട്. വളരെ ചില ആളുകൾ ഒരു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളും അനുഭവത്തിൽ നമുക്കറിയാം. ഈ പ്രശ്നങ്ങളും മറ്റൊക്കെ പോകുന്ന പറഞ്ഞാല് വെറുതെ ഒന്നും എവിടെ പോകുന്ന സമയത്ത് കയറി നിൽക്കുന്ന തരത്തില് ഒരു അലസ ഭാവത്തോടെ നിൽക്കുന്ന ചില ആളുകൾ വളരെ ഒരു അലസതയോട് നമ്മുടെ ഒന്നും ബാധിക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞോളി എന്ന് പറയുന്ന ആ ഒരു ഇതില്ല. ചില ആളുകൾ വളരെ നമ്മൾ സൂക്ഷ്മം ശ്രദ്ധിച്ചത് കാണും. ചില ആളുകൾ അതൊരു വെറുതെ കൈകടിയിരിക്കുന്നുള്ള ആ ഒരു തലം വരെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് വളരെ സൂക്ഷ്മമായിട്ട് നമുക്കതില്ലേ കാണാൻ പറ്റും. അത് ആ കലാകാരന്റെ അപ്പോഴും തോന്നുന്ന ആരാ തോന്നിക്കുന്ന മനുഷ്യന്റെ എന്തോ സംഭവമായിരിക്കും. ആ തോന്നിക്കുന്ന സംഭവങ്ങളാണ് അതുപോലും ആ ഇതില് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ആ രംഗത്തിലെ ഓരോ സംഭവത്തിലും ആ ഒരു മിന്നലാട്ടം, കലയുടെ മിന്നലാട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കലാകാരന്മാർ ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഒരാള് മാത്രമാണ് ഒരു പ്രൊഫഷണൽ കലാകാരൻ എന്ന രീതിയിൽ ആണ് മറ്റുള്ളവരുടെ പുതിയ കലാകാരൻ ഉള്ള പ്രകടനമാണ്. അതില് കേന്ദ്ര കഥാപാത്രത്തിന് പറയുന്നില്ല. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അദ്ദേഹം അതിനെ മുന്നോട്ട് നയിക്കും. ആ എക്സ്പ്രഷനും പിന്നെ ഡയലോഗിന്റെ അവതരണമൊക്കെ തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ ഒരു ചെയ്യുന്ന ഇതിൽ പോലും ആ ഒരു തികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ തേറമ്മയുടെ ഒരു വലിയ സംഭവമായിട്ട് തേറമ്മയാക്കുന്ന ഒരു അനുഭവം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്നു. ഇതിൽ സാധാരണ നമുക്കറിയാം ഡോക്യുമെന്ററി പടങ്ങളുണ്ട്, അതുപോലെ ഈ ഷോർട്ട് ഫിലിമുണ്ട്, അതിൽ സാധാരണ സിനിമയുണ്ട്. ഇതിൽ പലപ്പോഴും നമ്മൾ ഇത്തരം കലാരൂപം പഴയ ഐതിഹ്യങ്ങളെ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് പലപ്പോഴും ഇതൊരു ഡോക്യുമെന്ററി ആയിട്ട് മാറാറുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഡോക്യുമെന്ററിക്ക് ഒരു വിശദതയുണ്ട്, നമുക്കറിയാം എന്താ പറയാൻ നമുക്കറിയാം. അത് കാണാൻ വലിയ പലപ്പോഴും നമ്മൾ സിനിമയിൽ ഡോക്യുമെന്ററി എല്ലാം കാണുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആള് പിന്നെ കൊട്ടയന്റെ ഉള്ളിലേക്ക് കയറുക. നമുക്ക് കാണാൻ പറ്റും അത്ര പേര് തിരിഞ്ഞു പറഞ്ഞ് കളിച്ചിട്ട്. അപ്പം ഇത്തരം പടങ്ങൾ എടുക്കുമ്പോൾ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാടിപ്പറിഞ്ഞ ഒരു നാടിന്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകും. ഇത് ഡോക്യുമെന്ററി ആയിട്ട് അങ്ങ് താണുപോകാൻ, ഡോക്യുമെന്ററി കുറവ് എന്നല്ല പറയുന്നത്, ഡോക്യുമെന്ററിന്റെ ചില വികലതകളിലേക്ക് പോകാനുള്ള സാധ്യത അതൊന്നും ഈ ഒരു തേറമ്മ അവതരിപ്പിച്ചതിൽ കാണുന്നില്ല. അതൊരു മികവ് തന്നെയാണത്. വളരെ പിന്നെ ഫോട്ടോഗ്രാഫിയാണ്, ഗ്രാൻഡ് ഫോട്ടോഗ്രാഫി. ആ ഫോട്ടോഗ്രാഫി ഓരോ ആ ഷോട്ട് പോന്നെ അത് ചില ഷോട്ട് നമ്മള് പിന്നെ പുലർത്തെ തമ്പ്രാൻ വരുന്ന ഷോട്ടില് ഒരു ഉയർന്ന പിന്നെ കവുങ്ങ്, ആ കവുങ്ങിന്റെ വലിപ്പം നീട്ടം അത് വലിപ്പാണ്. ആ ഒരു പിന്നെ ആ കാലത്തിന്റെ വലിപ്പം, ആ ഒരു നാടിന്റെ വലിപ്പം, അതിന്റെ ജന്മീന്റെ വലിപ്പം, ആ വലിപ്പത്തിന്റെ അത് പ്രതിരൂപ. ആ വലിപ്പം കാണിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ കാണിക്കുന്നത്. പിന്നെ കൗങ്ങിനൊന്ന് കാണിച്ചാൽ തന്നെ അറിയേണ്ടതൊക്കെ വരാൻ പോകുന്ന സംഭവിക്കുന്നതാണ്. അത് ഒരു വളരെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുക. ആ ഫോട്ടോഗ്രാഫിന്റെ ഒരു സുഖത നമ്മള് ചില നമ്മുടെ പഴയകാലത്ത് നമ്മുടെ തലമുറ ഭരതന്റെ പടങ്ങളിലും കാണാൻ പറ്റും. ആ ഒരു രംഗം ഇങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ കാണിക്കുന്ന ആ ഷോട്ടിലൊരു കഥ പറയും. അത് ഇതിന്നതാ വരുന്ന ഇന്നത് സംഭവം ഇന്നതാ. അത് പിന്നെ അങ്ങേരാണ്ട് വരുമ്പോക്ക് കഥ പൂർത്തിയായി. അവിടെ നമ്മൾ നെടുപൊഴി പോകണം, മറ്റുള്ളതൊക്കെ വന്നു വരുന്നു. അതിൻ്റെ അങ്ങോട്ട് കാണുന്ന ആ ചെറിയ ഷോട്ട്, ആ ഷോട്ട് തന്നെ ഈ കഥാപാത്രമായിട്ട് അങ്ങനെ സന്നിവേശിപ്പിച്ചിരുന്ന അങ്ങനത്തെ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് ഈ തേറമ്മയില് കാണുന്നുണ്ട്. ഞാൻ ആ ചെറിയ ഇതിൽ അയച്ചാൽ കണ്ടത്. പിന്നീട് ഈ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ മികവ് ചില ഇതെന്നാന്ന് ഉള്ള എനിക്ക് ഡൗട്ട് തോന്നിയാലും ഇത് കണ്ടപ്പോൾ സംഗതി പൂർത്തിയായി. ഈ ചെറിയ ഒരു ഇതിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന രസം ഇതിലൊക്കെ കാണുമ്പോൾ അതിന്റെ വലിയ രസമായിട്ട് ഒരു കടന്നു പോകുന്നുള്ളതാണ്. ചില ഡയലോഗുകളൊക്കെ വളരെ രസമാണ്. പിന്നെ പ്രശ്നം നോക്കുന്ന സമയത്ത് സംഭാഷണങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ കുട്ടി പിന്നെ കുട്ടി ചോദിക്കുന്നത് തേറമ്മയോ അതായത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയലോഗ്. അത് ഒരു യുവതി ചോദിക്കുന്ന ഒരു പെൺകുട്ടി ചോദിക്കുന്നതല്ല, അതൊരു കാലത്തിന്റെ ചോദ്യമാണ്, ഒരു പുതിയ തലമുറയുടെ ചോദ്യമാണ്. അതാണ്. ഒരുപാട് ആളുണ്ട് ഈ ചോദ്യം ആർക്കും ചോദിക്കുക.
അറിയാത്ത ആർക്കും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നത് പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയുടെ പ്രതീകമാണ് ആ പെൺകുട്ടി അവതരിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളും ഇതിൽ കടന്നു വരുന്നുള്ള അത് വളരെ ശ്രദ്ധിച്ചിട്ട് ഡയലോഗ് പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയാണ്, ആ ചെറിയ കുട്ടിയാണ്, പുതിയ തലമുറയാണ് പറയേണ്ടത് എന്നുള്ളൊരു തീരുമാനം. അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴുണ്ടാകുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒരു ഇതാണ്. അത് പുതിയ തലമുറയുടെ ശബ്ദമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ തേറാമ്മയുടെ എൻട്രി അത് നല്ല രസമായിട്ടാണ്. അതിലെ പിന്നെ ഗാനങ്ങൾ നാരായണൻ എന്ന് പറഞ്ഞ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ രാജേഷും മറ്റൊരു കുട്ടിയും പാടിയ ആദ്യത്തെ രാജേഷ് പാടുന്നത് അത് അവന്റെ ആ കാട് തേറമ വരുമ്പോഴത് കാടിന്റെ ഒരു പശ്ചാത്തലത്തോടു കൂടിയാണ് തേറമയുടെ എൻട്രി വരുന്നത്. നേരത്തെ മറ്റേ കവിനെ കാണുമ്പോൾ ഇത് കാടിന്റെ ഒരു പശ്ചാത്തലത്തിലൂടെ. അപ്പൊ ആ കാടിന്റെ കാട് ഒരു പഴമയുടെ ഒരു സിംബലാണ്. ആ സിംബൽ കൊണ്ടാണ് അത് പഴയ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇത്. അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഈ പടം വരുന്നത് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് പറയും വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് ഒരു പോക്കുണ്ട്. ആ ഒരു പോക്ക് നമുക്ക് ഈ ഇതിന്റെ രാഗത്തുകയിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ചെറിയ കുട്ടി ഞെട്ടുന്ന ഒരു സംഭവം കാണിച്ചത് വളരെ ഉഷാറായിട്ടുണ്ട്. അവിടെ ആ ചെറിയ കുട്ടിക്ക് നമുക്ക് ഇതിൽ കാണുമ്പോൾ അത് ശരിക്കും അത് അനുഭവം പെട്ടില്ല. പക്ഷേ ആ സ്ക്രീനിൽ കുറച്ചും കൂടി സ്ക്രീനിലായിട്ട് വരുന്ന ശരിക്കും മുഖത്ത് ആ നല്ല എക്സ്പ്രഷൻ തന്നെ മതി ആ ഭീകര രംഗത്തെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ആ കുട്ടിക്ക് മോഹം കഴിഞ്ഞിട്ടുണ്ട്. അത് ആ രംഗത്ത് ആ ദുഷ്ടതകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അത് വളരെ വ്യക്തമായിട്ട് ആ സ്റ്റാർട്ടിങ് തന്നെ അത് കാണിക്കാൻ പറ്റി എന്നുള്ള കുട്ടിയെ ഉപദ്രവിക്കുന്ന രംഗത്ത് ആ ഒരു കാലത്തെ ശരിക്കും അത് ഒപ്പിയെടുക്കുന്ന ചെറിയ രംഗം വരുന്നു, അപ്രത്യക്ഷമാവുന്നു. അത് നമ്മുടെ ഐതിഹ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. അത് രസമുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും നമുക്ക് ഏതെല്ലാം ഒരു ലോകത്തേക്ക് കടന്നു പോകാൻ പറ്റും. അവര് കുട്ടിയെ കാണിക്കുന്നു, ആ അമ്മയെ പിന്നെ കാണുന്നില്ല. അതൊക്കെ നമ്മളെ ഭാവനയുടെ ഒരു മഹാലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഐതിഹ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. നമ്മുടെ ഒരു ആദിത്യ മര്യാദ, ഭാരതത്തിന്റെ ഒരു ആദിത്യ മര്യാദ, ഒരു മലബാറിന്റെ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് നമ്മുടേതായ നമ്മുടെ സംസ്കാരത്തിന്റെ സംസ്കൃതിയുടെ ഒരു ആദിത്യ മര്യാദ. ഒരു വെള്ളം തരുമെന്ന് പറഞ്ഞാൽ ആ പറയുന്നത് അവര് വെള്ളം തരുന്നോ മറ്റുമല്ല, കീറിയിരിക്കാനാ പറയുന്നത്. ആരും അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്തൊന്നും പറ്റാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരാള് പിന്നെ കിടന്ന് മരിക്കാൻ റോഡിൽ കിടക്കുമ്പോഴും നമ്മൾ ഓടി രക്ഷപ്പെടും, ഇത് എന്റെ കരടി കൈകൊണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു കാലം ആ കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം തരുമോ, ഒത്തിരി വെള്ളം തരുമോ എന്ന് പറയുമ്പോ കീറിയിരിക്കുക എന്ന് പറഞ്ഞ് പിന്നെ പണ്ടത്തെ പലയിട്ടിട്ടല്ലേ നിങ്ങൾ എന്താ പറയുന്നത്, പലയിട്ട് ഇരുത്തിക്കൊണ്ട് അവർക്ക് പിന്നെ ഭക്ഷണം നൽകുന്ന ഒരു ആതിഥ്യം മര്യാദ. പണ്ടത്തെ കാലത്ത് നമ്മൾ പറയണം അതിഥി അതിഥി, അത് ദൈവം തന്നെയാണ് നമുക്ക് ഇത് കാണാൻ പറയുന്നു. കാരണം ദൈവത്തിന്റെ അവതാരമായിട്ടാണ് വരുന്നത്. അതിഥി ദൈവമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചതും ഇവിടെ ആ അതിഥിനെ സൽക്കരിക്കുന്നതും ദൈവം തന്നെയാണ്. അതിഥി വരുന്നത് ദൈവം തന്നെയാണ്. ആ അതിഥിയെ, ആ ദൈവത്തെ തിരിച്ചറിയാൻ ആ അമ്മക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരം ഒരു ആദിത്യ മര്യാദ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കുട്ടികൾ വരുന്ന ആ കുട്ടികളും മറ്റേ മോനും അവൻ വരുന്ന അതിലാ പിന്നെ നമ്മുടെ ഡ്രസ്സും മറ്റുമല്ല പിന്നെ അതിനെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മുടെ പഴയ കാലത്ത് മുട്ട് മറക്കൂല. അന്നത്തെ കാലത്ത് ആ ഒരു അടുത്ത് മറ്റോ മുട്ട് മറക്കുക, നമ്മൾ മുട്ട് മറക്കാൻ പാടില്ല. ആ മുട്ട് മറക്കാണ്ട് ആ ഡ്രസ്സിങ് വിട്ടുവരിക എല്ലാം വളരെ കൃത്യമായിട്ട് അത് നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വെള്ളം എടുക്കുന്ന സമയത്ത് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ആ ചിരട്ടയാണ് അന്നത്തെ കാലത്ത് ചിരട്ട ഉപയോഗിച്ച് അതെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് പഴയ കാലത്തിന്റെ ഒരു പ്രതാപം എന്ന് പറയാം. ചിരട്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിലില്ല. അത് ആ ജന്മീന അവതരിപ്പിക്കുന്നത് അസല് ആ ജന്മി വരുമ്പോഴേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെ ടച്ചിങ്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ കേട്ടാൽ നമുക്ക് ആ ഒരു ഭീകരത, ആ മനുഷ്യൻ ആ ഒരു എന്താ പറയാ ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട് എന്ന് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പലപ്പോഴും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വളരെ
കൃത്യമായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ ഒരു കാലത്തിന്റെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളെ ഭരിക്കുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നൊരു നമ്മളെ വാട്സപ്പിൽ ഒന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേസാണ്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ തമ്പ്രാനോട് പറയുന്ന ഒരു ഡയലോഗ് ശ്രദ്ധിക്കുക. തമ്പ്രാന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ തമ്പ്രാന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് പറയാനുള്ള ആ ഒരു ആഢ്യത്വം ആ ഒരു കാലത്തുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് തമ്പ്രാന്റെ മുന്നിൽ ഓച്ചാനം ചേക്കാൻ വേണ്ടി ചെരുപ്പ് വെക്കുന്ന കാലത്താണ്. അന്നത്തെ കാലത്ത് തമ്പ്രാന്റെ ഉപ്പും ചോറും തിന്നിട്ട് കൊണ്ട് തമ്പ്രാൻ ഇത് നിങ്ങളെ കയ്യിരിപ്പോണ്ടാ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത് പറയാനുള്ള ഊറ്റം അത് ആ കാലത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാല് വലിയ സംഭവമാണ്. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇല്ലാത്തതും പഴയ കാലത്ത് ഒരു നന്മയുമാണ്. ഒരു അധികാരിയെ ചോദ്യം ചെയ്യുന്ന ഒരു അധികാരിയെ തിരുത്താൻ അയാൾ കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കും ഇത് ആളുകൾ പറയുന്നില്ല ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ പിന്നെ സ്ത്രീയായി കാണുമ്പോൾ തന്നെ അതിന്റെ ചെല്ലെടുക്കും അതൊക്കെ മുറുക്കി തുപ്പണം. അത് അവിടെ ഒരു സിമ്പിൾ ഉണ്ട്. ഈ മുറുക്കി തുപ്പാന്ന് പറഞ്ഞവർക്ക് അത് സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മറ്റൊന്ന് രംഗം കാണിക്കണ്ട, പറയണ്ട. ജസ്റ്റ് ആ മുറുക്കി തുപ്പുന്നത് രംഗം കാണിച്ചാൽ മതി. കാണിച്ചാൽ തന്നെ അറിയാം. ആ തുപ്പുന്ന ഒച്ച കേട്ടാൽ അറിയാം ഇത് പിന്നെ എന്നാ ബാക്കി എന്താന്നുള്ളത്. അവിടെ സിമ്പിളാണ്, അത് പ്രതീകമാണ്. അങ്ങനെയുള്ള പ്രതീകങ്ങൾ വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് അത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടിമയുടമയുടെ സ്വഭാവം ഈ കാര്യം ഈ കീറാട്ടൊക്കെ വന്നിട്ട് ഒരു കാര്യമായിട്ട് പറയാന്ന് പറയുമ്പോൾ തന്നെ ഗേരി ഒഴിക്കുക. ആ ഒരു അടിമയുടമയുടെ ആ ഉടമയുടെ സ്വഭാവം ഞാൻ എല്ലാവരും അടിക്കണം ആ ഒരു ഭാവം വളരെ വൃത്തിയായിട്ട് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡയലോഗുകൾ ഭയങ്കര ഗ്രാൻഡ് ഡയലോഗ്. ആ തെക്ക് നിന്ന് വന്ന് നിന്നെ തെക്കോട്ട് എടുക്കാം രണ്ടും ആ വിധത്തിൽ നല്ല ഡയലോഗ് വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ തെറമയുടെ ഒരു ഡയലോഗ് മടിക്കുത്ത് പിടിക്കുമ്പോൾ നിനക്ക് ജാതിയൊന്നും ഇല്ലെന്നുള്ള അത്തരം ഡയലോഗ് വളരെ കുറിക്ക് കൊള്ളുന്ന ഇന്നും വളരെ സാങ്കത്യമുള്ള ഡയലോഗുകളാണ്. അതൊക്കെ വളരെ വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓരോ ഷോട്ടും നമുക്ക് വേർതിരിഞ്ഞിട്ട് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു തോന്നിയിട്ടില്ല. എപ്പോഴും ആ ഷോട്ട് കൃത്യമായിട്ട് വേറെ പുതിയൊരു സംഭവമാണെങ്കിലും അത് വളരെ ഇഴുകി ചേർന്ന് കടന്നു ഷോട്ടുകൾ തമ്മില് അതൊരു മാജിക് ആയിരിക്കും ആ സംഭവം. അങ്ങനെ നടക്കുക അത് ഈ തേറമേല് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ സംഭവങ്ങൾ ഈ കഥയുടെ വളരെ കടന്നു പോവുകയും അത് ഇന്നിലേക്ക് എത്തുന്ന ഒരു സംഭവം വൃത്തിയാക്കുന്നത് ഇങ്ങനെയാണ്. അതങ്ങനെ അവസാനിപ്പിച്ചിട്ട് പോകുന്ന ഒരു സംഗതി അതിൽ നിന്നുള്ള അല്ലെങ്കിൽ അന്ത്യത്തിലേക്ക് അതിലും അന്ത്യം തമ്മിലുള്ള ഒരു അടുപ്പം ഇഴയടുപ്പം അതൊക്കെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ തമ്പ്രാൻ കേന്ദ്ര കഥാപാത്രത്തെ അഭിനന്ദിക്കുന്നു. ഗ്രാൻഡാക്കാൻ തേറമ്മയെ ഗ്രാൻഡാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തേറമ്മയായിട്ടും അവതരിപ്പിച്ച തേറമ്മയെ അഭിനന്ദിക്കുന്നു. ജോത്സ്യൻ യഥാർത്ഥ നമ്മള് സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ജോത്സ്യൻ തന്നെയാണ്. അത് കൃത്യമായിട്ട് ആ പറച്ചിലും കാര്യവും നമ്മൾ അറിയുന്ന ജോത്സ്യൻ തന്നെയാണ്. നമ്മളോടൊപ്പം ജീവിച്ച ജോത്സ്യൻ കുട്ടികൾ കുഞ്ഞിപ്പെണ്ണ് ഒക്കെ തന്നെ അതിനുപയോഗിച്ച ഡ്രസ്സുകൾ കറുത്ത ഡ്രസ്സ് ഇട്ട് അതൊരു കറുപ്പ് ഒരു പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദവും പ്രതിഷേധത്തിന്റെ കളറും കൂടിയാണ്. DMK എല്ലാം കറുപ്പ് ഉപയോഗിക്കാൻ അതുകൊണ്ടാണ് പറയാറുണ്ട്. ആ കറുപ്പ് അങ്ങനെയാണ്. അത് പ്രതിഷേധത്തിന്റെ നമ്മുടെ വേദനയുടെ ഒക്കെയുള്ള ഒരു കളറാണ്, ശബ്ദമാണ്. അതൊക്കെ കറുപ്പിന്റെ ഉപയോഗം നമുക്ക് പല രംഗങ്ങളിലും അതിങ്ങനെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഒക്കെയുള്ള ഒരു സിംബലുകളുടെ ചിന്ത നമുക്ക് പ്രതീകത്തിന്റെ ധ്വനി ഇവിടെ തിറമയില് ഒരുപാട് പ്രതീകങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമ്മളറിയുന്നത് ഈ കഥയൊന്നും അറിയാതെ നമ്മൾ മുന്നേക്കും. ഞാനിതൊരു ആസ്വാദകന്റെ ഭാഗത്തിൽ മാത്രമേ ഈ സാധനം കണ്ടു. ഇപ്പം കാണുമ്പോൾ ഈ എഴുതി വെച്ച സംഗതി അത് ഒരു വീണ്ടും ഒരുപാട് നിങ്ങളിലേക്ക് ഉണ്ടാവും. നിങ്ങൾ തന്നെ അഭിനയിച്ചവര് അവതരിപ്പിച്ചവര് നിങ്ങൾക്കും ഒരുപാട് പറയാനുണ്ടാവും.
തെറമയെ തന്നെ അഭിനന്ദിക്കുന്നു. തെറമ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ മുഴുവൻ ടീമിനെ ലൈറ്റ് അടിച്ച കുട്ടിയടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പിന്നെ ഒന്നിച്ചെന്ന് വാഹനം ഓടിച്ചിട്ട് ആളെത്തിച്ചത്, ഇങ്ങനെ ഓരോ ലൊക്കേഷനിൽ പോകുന്നത്, ആ ലൊക്കേഷനിൽ ഓരോ സമയത്ത് എത്തിക്കുന്നതും ഒക്കെ പലതും ഒരുപാട് ആളുകളുടെ ഇതിലൊരു പിന്നെ ഈ സിനിമയെന്ന മാധ്യമത്തിന്റെ ഒരു സുഖത, ഒരുപാട് ആളുകളുടെ വലിപ്പം ഒന്നിച്ച് കൂട്ടാൻ പറ്റും. ഒരുപാട് പിന്നെ ഒരാളുടെ കഴിവുകൾ, ഒരുപാട് ആളുകളുടെ കഴിവുകൾ ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവമാണ്. ഒപ്പം തന്നെ അതിന് പിന്നെ നമ്മുടെ ടെക്നിക്കൽ ഫിറ്റ്നസ്, ഇന്നത്തെ കാലത്തുള്ള ടെക്നിക്കൽ സംഭവങ്ങളും പുതിയ ഡബിങ് നമ്മൾ നടത്താൻ പറ്റും, അതിന് ശബ്ദത്തിൽ വ്യതിയാനം വരുത്താൻ പറ്റും, ഒക്കെ ചെയ്യുന്ന ഈ സംഭവം ഇതെല്ലാം കൂടി ഒന്നിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഈ സിനിമ. ആ ഷോർട്ട് ഫിലിമിനെ അത്തരം ഒരു സിനിമ അവതരിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു ചരിത്രമായിട്ട് കൊണ്ടുവരാനും സുരേഷ് പടിഞ്ഞാറക്കരക്ക് കഴിഞ്ഞു. സുരേഷിനെ മുഴുവൻ ടീമിനുമുള്ള അഭിനന്ദനം തന്നെയാണ് സുരേഷിലേക്ക് കടന്നു പോകുന്നത്. കാരണം ആ കൂട്ടായ്മയുടെ ഒരു പിന്നെ റിസൾട്ടാണ് സുരേഷിലൂടെ ഇവിടെ എത്തുന്നത്. ഏതായാലും ഇത്തരമൊരു ഗ്രാൻഡ് ഫംഗ്ഷനിൽ വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ വീണ്ടും നിലനിൽക്കട്ടെ. ഇത് പിന്നെ തേറമ്മയുടെ പേരിൽ തന്നെ അറിയപ്പെടട്ടെ. തേറമ്മയുടെ ഈ കൂട്ടായ്മക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എന്നെ ഈ ഒരു നല്ല പരിപാടി ക്ഷണിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല, എന്നാലും ഈ ഒരു പറയാനുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ, ഇത്തിരിക്കാം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ നമ്മൾക്ക് തന്നെ കലാകാരന്മാർക്കും വിരകനിയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഒക്കെ നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഉപകാര സദസ് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ തുറസ്യ കലാസമിതി സംസ്ഥാന സമിതി അംഗം ബഹുമാനപ്പെട്ട ശ്രീ പ്രമോദ്ജി, മറ്റു ഈ സദസ്സിലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, മറ്റു സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സദസ്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം നാടകരംഗത്ത് ഒരുപാട് സ്റ്റേജുകൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു ചരിത്ര പശ്ചാത്തലത്തിന്റെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ വലിയ സദസ്സിന്റെ മുമ്പിൽ ഒരു ഉപഹാരം വാങ്ങിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷിക്കുന്നു. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തുളച്ചോട് തറവാടുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രേരണകളും ഒരു കേരളയുടെ ചരിത്രവും ഉണ്ടെന്നുള്ള കാര്യം ഈ കാഞ്ഞങ്ങാട് പ്രദേശത്തോ അല്ല തുളച്ചേരി പ്രദേശത്തോ എല്ലാവർക്കും അറിയുമെന്ന് തന്നെ അറിയില്ല. 300-400 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് പടിഞ്ഞാറക്കര. ആ ചരിത്രം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫിലിം എടുക്കാൻ തയ്യാറായി. ഈ ഫിലിം എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സുരേഷ് കഷ്ടപ്പെട്ടുകൊണ്ട് സാമ്പത്തികം ഒരുപാട് നമ്മളെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കും വലിയൊരു സാമ്പത്തിക ചെലവ് ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. എങ്കിലും ഇത്രയൊക്കെ സാമ്പത്തിക ചെലവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫിലിം എടുക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട സുരേഷിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ തേറമ്മ എന്നുള്ളൊരു ചരിത്രത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഇങ്ങനെ തേറമ്മയും തേറുകളും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നത് നമ്മളൊക്കെ അറിയുന്നത് ഈ ഫിലിം എടുക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. അതിനു മുമ്പ് നമുക്ക് ഇങ്ങനൊരു സംഭവം ഈ കാഞ്ഞങ്ങാട് പ്രദേശത്ത് തുളശ്ശേരി തറവാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടെന്നുള്ള കാര്യം ഇതുവരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല.
അത് ജനങ്ങളിൽ എത്തിച്ച നമ്മുടെ സുരേഷി, അങ്ങനെ ഈ വലിയൊരു ചരിത്ര സംഭവം ഒരു വിലമാക്കിയെടുത്ത, അതിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സുരേഷിയോട് അങ്ങേയറ്റത്തെ നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഈ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ജനങ്ങളും ഈ ഫിലിം അതേപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും കുടുംബങ്ങളിലേക്കും ബാക്കി സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹാദരവ്. ബേബി കനീഷ്ക സനീഷ്, വാഴക്കോട്. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി, തറവാട്ടമ്മയുടെ മകളായി കൃത്യതയോടെ അഭിനയിച്ചു. ബേബി അർച്ചന ഉണ്ണികൃഷ്ണൻ, വാഴക്കോട്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനി, ആക്രമണകാരിയിൽ നിന്നും തേറമ്മ രക്ഷിച്ച കോലോത്തെ കുട്ടി. നല്ല ഭാവാഭിനയം കാഴ്ചവെച്ചുകൊണ്ട് അർച്ചന തന്റെ ഭാഗം ഭംഗിയാക്കി. എല്ലാവർക്കും നമസ്കാരം. ഈ തേറമ്മ എന്ന ഷോർട്ട് ഫിലിമിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒരവസരം നൽകിയ ശ്രീ സുരേഷ് പടിഞ്ഞാറക്കര അവർക്കും ഇതിൽ പണിതിരുന്ന മുഴുവൻ ആളുകൾക്കും എന്റെയും എന്റെ കുടുംബത്തിലെയും നന്ദി അറിയിക്കുന്നു. മാസ്റ്റർ നിരഞ്ജൻ കക്കട്ടിൽ, 5ാം ക്ലാസ് വിദ്യാർത്ഥി, തറവാട്ടമ്മയുടെ മകൻ. പ്രേക്ഷകരുടെ ഉള്ളിൽ നൊമ്പരമുണർത്തുന്ന കഥാപാത്രമായി വന്ന നിരഞ്ജൻ കക്കട്ടിൽ സ്വന്തം ശബ്ദം തന്നെ തേറമ്മയിൽ ഡബ്ബ് ചെയ്തു. മുരളി ഭാവ, കാഞ്ഞിരടുക്കം. ഒറ്റ സീനാണെങ്കിലും ആക്രമണകാരിയുടെ എല്ലാ ഭാവങ്ങളും സമന്വയിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായി മുരളി ഭാവ കേരളോത്സവത്തിന്റെ നാടകങ്ങളിൽ, കൂടാതെ ചെറുകഥ എഴുതി മാസികകളിൽ പ്രസിദ്ധീകരണം, പ്രധാന ഹോബി ചിത്രരചന, പാട്ടുകൾ പാടുന്ന കലാകാരനാണ് ശ്രീ മുരളി ഭാവ. പ്രൊജക്ട് ചെയ്യാൻ എന്നെ സുരേഷ് വിളിച്ചപ്പോൾ തന്നെ അതിൽ ചെറിയൊരു മടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആ മടി എന്നുണ്ടായിരുന്നു അന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്റെ രീതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കി. അതൊരു അനുഭവം തന്നെയായിരുന്നു. ആ ഒരു സപ്പോർട്ട് കിട്ടും, ഓക്കെ, നല്ലൊരു ടീം വർക്കായിരുന്നത്. എന്റെ കഥാപാത്രം എത്രത്തോളം നന്നായി എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. ഇതിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും കൂടി ഞാൻ അത് അറിയിച്ചോളൂ. താമരക്കണ്ണുകൾ കത്തിച്ചൊലിക്കാൻ തുടങ്ങി. ഇതേപോലെ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ ആശംസിച്ചുകൊണ്ട് ഞാൻ. ലക്ഷ്മി വി വി, തുളിച്ചേരി ഹൗസ്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ശൃംഗാരത്തോടെ ഒളികണ്ണാൽ തമ്പുരാനെ നോക്കിക്കൊണ്ട് തികച്ചും ജീവിക്കുന്ന കഥാപാത്രം പോലെ തോന്നിപ്പിക്കും വിധം അവതരിപ്പിച്ച ശ്രീ ലക്ഷ്മി വി വി. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സഹപാഠിയും എന്റെ നാട്ടുകാരനും എല്ലാമായ എന്റെ സഹപാഠിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ തേറമ്മ എന്ന് പറയുന്നത് എന്റെയും ഈ സഹപാഠി സുരേഷിന്റെയും നാടിന്റെ കഥയാണ്. ഈ കഥയെ പറ്റിട്ട് എനിക്ക് ചെറിയപ്പോ എല്ലാ കഥകളും അറിയാം, പക്ഷെ കുറച്ച് വിശദമായിട്ടുള്ളത് ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചതിന് ശേഷമാണ്. ഇതിലൊരു ചെറിയ സീനെ എനിക്കില്ലും. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. മനോഹരൻ പൊയ്യക്കര, തമ്പുരാന്റെ ശിങ്കിടിയായി 2 സീനിൽ തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്തി. ശൈലജ, കാഞ്ഞങ്ങാട്. തറവാട്ടമ്മയുടെ വേഷം അവതരിപ്പിച്ചുകൊണ്ട് തന്റേതായ ശൈലിയിൽ അഭിനയം ഭംഗിയാക്കി. എന്റെ പ്രിയ സഹപാഠി സുരേഷിനും കുടുംബത്തിനും എന്റെ അഭിനന്ദനം. അതുപോലെ തന്നെ തേറമ്മയിൽ അഭിനയിച്ച എല്ലാ കലാകാരന്മാർക്കും എന്റെ അഭിനന്ദനം. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു. ചെറുപ്പകാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് പാട്ട്, കഥാപ്രസംഗം, അതുപോലെ
കുറച്ചറിയാൻ പറ്റും. ഇപ്പൊ പ്രായമാകുമ്പോ എല്ലാം ഇതായി ശരിക്കും അഭിനയിച്ചില്ല എനിക്ക് തോന്നുന്നു. എന്നാലും സുരേഷ് പറഞ്ഞു കരയാനറിയില്ല, അത് ശരിയാണ്. ഞാൻ എത്ര ദുഃഖം ഉണ്ടോന്നും കഴിയൂല, ആരെയും കാണാതെ കൊണ്ടുവരുന്നതൊക്കെ കരയിച്ചു. അതാണ് എൻ്റെ ഇത്. അതുകൊണ്ട് അഭിനയത്തിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. കൃഷ്ണൻ നമ്പ്യാർ, കാഞ്ഞങ്ങാട് സൗത്ത്. തമ്പുരാന്റെ ആജ്ഞാവർത്തിയായി തേറമ്മയെ പിടിച്ച് കുളത്തിന് പുറത്തേക്ക് വലിച്ചിടുന്നതിന് കൂട്ടുനിന്നു. തികച്ചും നാടകീയത ഇല്ലാത്ത അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് തന്റെ ഭാഗം വളരെ മനോഹരമാക്കി. സുരേഷ് ഗോപിയുടെ മകൻ നായകനായി അഭിനയിച്ച സിനിമയിൽ പോലീസ് വേഷത്തിൽ അഭിനയിച്ചു. ഞാൻ കേരള സിനിമകൾ 5 ടെലി സിനിമകൾ 3 സീരിയലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചോളൂ, മുഖം കാണിച്ചിട്ടുള്ളൂ, അഭിനയിച്ചില്ല ഇതുവരെ. അഭിനയിക്കാൻ കഴിവൊന്നുമില്ല. സുരേഷ് അടുത്തുകൊണ്ട് ഞാൻ ഇതിൽ ബന്ധുവെന്നേ ഉള്ളൂ. അതിനകത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇത്തരം ഒരു സംരംഭം സംഘടിപ്പിക്കാനുള്ള ഈ ഇദ്ദേഹത്തിന്റെ കഴിവിനെ അഭിനന്ദിച്ചാൽ മതിയാവും. കാരണം ഒരുപാട് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി തന്നെയാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തത്. സംവിധാനം എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയധികം ഗവേഷണം ചെയ്തിട്ട് അതിനാദ്യമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പ്രസാദ് വെള്ളിക്കോത്ത്, മേക്കപ്പ് ആൻഡ് ആർട്ട്. കഥാപാത്രങ്ങൾക്കനുയോജ്യമായ രീതിയിൽ വേഷവിധാനവും സന്ദർഭങ്ങൾക്കനുസരിച്ചുള്ള വസ്തുക്കൾ തയ്യാറാക്കിയും ഓരോ രംഗവും ഭംഗിയാക്കി. ഗിരീഷ് എ വി വയക്കട, പുല്ലൂർ. തേറമ്മ എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിലെ കാര്യസ്ഥൻ എങ്ങനെയാവണമെന്ന് ഗിരീഷേട്ടന്റെ ഭാവചലനത്തിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നു. പ്രസിദ്ധിയാർജിച്ച അദ്വൈതം എന്ന നാടകത്തിൽ കാര്യസ്ഥന്റെ വേഷം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഉപഹാര സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള തപസ്യയുടെ സംസ്ഥാന സമിതി ശ്രീ പ്രമോദ്ജി, ഈ ഉപഹാര സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള കലാകാരന്മാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗിരീഷ്, പുല്ലൂർ എന്നാണ്. ഞാൻ പുല്ലൂർ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രവർത്തനമായി മുമ്പോട്ട് പോകും. വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിലെ 6ഓളം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ജനനി കാഞ്ഞങ്ങാടിന്റെ നാടകത്തിൽ ഇപ്പോൾ അദ്വൈതം എന്ന നാടകത്തിൽ ഈ തേറമ്മയുടെ തമ്പ്രാന്റെ കാര്യസ്ഥനാണ്. അതുപോലെ തന്നെ അദ്വൈതം എന്ന നാടകത്തിൽ അതേ തമ്പ്രാന്റെ കാര്യസ്ഥനായിട്ട് അദ്വൈതം എന്ന നാടകത്തിൽ ഏകദേശം 10 രംഗങ്ങളുള്ള ആ നാടകത്തിൽ, അദ്വൈതം എന്ന നാടകത്തിൽ അതിൽ 7 രംഗത്തിലും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കിടായിട്ടുണ്ട്. ആ നാടകത്തിൽ ഏറ്റവും കൂടുതൽ രംഗങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് കാര്യസ്ഥനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോ ഇന്ന് നിലവിൽ ആ ജനനി കാഞ്ഞങ്ങാടിന്റെ നാടക ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് കൂടിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ തേറമ്മ എന്ന ഈ ഷോർട്ട് ഫിലിമിലേക്ക് ക്ഷണിക്കുമ്പോൾ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ നാടകങ്ങളിൽ വിജയിക്കുമ്പോൾ പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കേണ്ട ഇതില്ല. അപ്പോ വിവേകാനന്ദയുടെ 6 നാടകങ്ങളിൽ, അദ്വൈതം എന്ന ജനനിയുടെ നാടകത്തിൽ, ഇപ്പോ ജനനിയുടെ ഒരു പുതിയ നാടകം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ കോവിഡ്-19 ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഈ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് വീണ്ടും നമ്മുടെ പഴയ നാടകം തന്നെ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പല സ്ഥലങ്ങളിൽ ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്കത് കളിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പല സ്ഥലത്തു നിന്നും ഇപ്രാവശ്യം ആ പശ്ചാത്തലം മാറി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് കളിക്കണം എന്ന് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ വിളികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ അതിന്റെ റിഹേഴ്സൽ, അദ്വൈതം എന്ന നാടകത്തിന്റെ റിഹേഴ്സലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അതിന്റെ റിഹേഴ്സലുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീ സുരേഷ് ജി ഈ നമ്മുടെ ഈ തേറമ്മ എന്ന ഷോർട്ട് ഫിലിമിലേക്ക് ക്ഷണിച്ചത്. വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ഒരുപാട് സാമ്പത്തിക ഈ ഒരു കലാപരമായിട്ടുള്ള ഒരു നാടകമായാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമായാലും അതിന് വലിയ ആദ്യം മുമ്പിൽ വേണ്ടത് സാമ്പത്തികമാണ്. ഒരുപാട് സാമ്പത്തിക ഒരു നാടകം സ്റ്റേജ് കയറണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപ
വേണം. അതുപോലെ തന്നെ ഇപ്പോൾ 2 ലക്ഷം, എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷത്തിന് മുകളിൽ ഈ തേരമായ ഒരു ഷോർട്ട് ഫിലിം ചെലവായി വന്നിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ചെറിയൊരു റോള് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വളരെ സന്തോഷമുള്ള കാരണം ഈ ഒരു ക്യാമറക്ക് മുമ്പിൽ വരാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അതിന് ഞാൻ ഇതിന്റെ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും എല്ലാമായിട്ടുള്ള ശ്രീ സുരേഷ് പട്നായകരെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയിലേക്ക്, ഈ തേരമ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സുരേഷ് പട്നായകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്നെ പ്രവർത്തിക്കുന്നു. അജിത്ത് EP തേരമ്മയെ ഗ്രാമീണ സകുമാരിത്താൽ മനോഹരമാക്കിയ ക്യാമറ ചലിപ്പിച്ച വ്യക്തി. ഓരോ ഷോട്ടും കൃത്യതയോടെ ക്ഷമയോടെ പകർത്തിക്കൊണ്ട് തന്റെ ഭാഗം വളരെ ഭംഗിയാക്കിയ ക്യാമറാമാൻ M. വിജയകുമാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. കൂടാതെ ഒരാഴ്ചക്കാലം സ്വന്തം വാഹനം കലാകാരന്മാരുടെ യാത്രയ്ക്ക് വേണ്ടി വിട്ടുനൽകുകയും ചെയ്ത, അതിന്റെ സാരഥിയാവുകയും ചെയ്ത വ്യക്തി. എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരത്തുല്യനുമായ സുരേഷ് ജി, അദ്ദേഹം ഈ സ്നേഹോപകരണത്തിന് വേണ്ടി എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ അദ്ദേഹത്തിനും മറ്റുള്ള എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇതുപോലെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും സിനിമ പോലുള്ള സംഭവങ്ങളും അദ്ദേഹത്തിന് ഭാവിയിൽ എടുക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഭവ്യശ്രീ ഇരിയണ്ണി തുളിച്ചേരി തറവാട്ടമ്മയ്ക്ക് ശബ്ദം നൽകി. പണ്ട് തുളിച്ചേരി പ്രദേശങ്ങൾ തുളു കലർന്ന മലയാളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് മലയാളം അറിയാത്ത കന്നഡ സംസാരിക്കുന്ന ഭവ്യശ്രീ തറവാട്ടമ്മയ്ക്കു വേണ്ടി മലയാളം കലർന്ന തുളു ഭാഷ കൊണ്ടുവന്ന് തന്റെ ഡബ്ബിംഗ് കൃത്യമാക്കി. പ്രജീഷ് മാസ്റ്റർ കോറിയോഗ്രാഫി. വടക്കൻ കേരളത്തിന്റെ തനതു കലയായ പൂരക്കളിയുടെ ചുവടുകളിൽ നിന്ന് നൃത്തരംഗത്തേക്ക് പ്രവേശിച്ച പ്രജീഷ് മാസ്റ്റർ 20 വർഷത്തോളമായി നൃത്തമേഖലയിൽ സജീവമായി നിൽക്കുന്നു. കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രജീഷ് മാസ്റ്റർ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ തന്റെ ടീമിന് മികച്ച പരിശീലനത്തിലൂടെ വിജയം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. പുരാണ ഇതിഹാസമായ ശാകുന്തളവും എന്നത്തെയും മനോഹര ചരിത്ര പ്രണയകാവ്യം ചെമ്മീനും, കൂടാതെ ഉണ്ണിയാർച്ച, മാളികപ്പുറത്തമ്മ, വൈശാലി തുടങ്ങിയവ സംഘനൃത്തത്തിന് വിഷയങ്ങളായി തെരഞ്ഞെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം, CBSE സംസ്ഥാന കലോത്സവം, കാർഷിക കോളേജ് കലോത്സവം തുടങ്ങിയവയിലും ഉന്നത വിജയം നേടിക്കൊടുക്കാൻ പ്രജീഷ് മാസ്റ്റർക്ക് സാധിച്ചു. രാജസ്ഥാനിൽ വെച്ച് നടന്ന ലോകാനുരഞ്ജൻ മേളയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് തന്റെ കുട്ടികളെ പങ്കെടുപ്പിച്ചു. JC ഡാനിയൽ അവാർഡ്, SKV പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി. പ്രാചീൻ കലാകേന്ദ്രയിൽ ഭരതനാട്യത്തിൽ ഡിപ്ലോമ നേടിയ പ്രജീഷ് മാസ്റ്റർ നൃത്തത്തോടൊപ്പം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. നൃത്തം, സംഗീതം, ഉപകരണ സംഗീതം, ചിത്രകല എന്നിവ പരിശീലിപ്പിക്കുന്ന കർമ്മ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് പാലക്കുന്ന് എന്ന സ്ഥാപനം നടത്തിവരുന്നു. ഈ വർഷത്തെ പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവായ അഡോട്ടെ രാമകൃഷ്ണന്റെയും കാർത്യായനിയുടെയും മകനാണ്. ഭാര്യ K. രശ്മി. എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. മിനിത്തിളങ്ങ എന്ന ഗാനത്തിനാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റിയത്. ശ്രീ ആപ്രകാശ് അതൊരു 5 മിനിറ്റിലെ 6 മിനിറ്റിലെ സോങ്ങാണ്. അത് പൂർണ്ണമായിട്ടും ഷോർട്ടില്ല എങ്കിലും പൂർണ്ണമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വേദിയിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാമെന്ന് സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അഭ്യസിക്കാൻ ക്ഷണിച്ച സുരേഷിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൗമ്യ ഉമേഷ് പടിഞ്ഞാറക്കര തറവാട്ടിലെ പെൺകുട്ടിക്കും കോലോത്തെ കുട്ടിക്കും ശബ്ദം നൽകി. പ്രായവ്യത്യാസമുള്ള 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം കൊണ്ട് സൗമ്യ ഉമേഷ് പൂർണ്ണത നൽകി. രാജേഷ് തൃക്കരിപ്പൂർ. മിന്നിത്തിളങ്ങുന്ന താമരക്കണ്ണുകൾ എന്ന ഗാനം സൂപ്പർ ഹിറ്റായത് ഭാവഗായകൻ രാജേഷ് തൃക്കരിപ്പൂരിന്റെ ആ ഗാനത്തോടുള്ള സമർപ്പണം ഒന്നുകൊണ്ടു മാത്രമാണ്. കൈരളി ഗന്ധർവ സംഗീത ഫൈനൽ റൗണ്ടിൽ എത്തിയിരുന്നു. ഗുരു കാഞ്ഞങ്ങാട് ശ്രീ TP ശ്രീനിവാസൻ മാസ്റ്റർ. സംഗീതാധ്യാപകൻ കൂടിയായ രാജേഷ് തൃക്കരിപ്പൂർ നിരവധി ആൽബങ്ങൾക്കു വേണ്ടി
സംഗീതവും ആലാപനവും നടത്തിയിട്ടുണ്ട്. സംഗീത കുടുംബമായ രാജേഷ് തൃക്കരിപ്പൂർ സ്വന്തമായി നൃത്ത സംഗീത വിദ്യാലയം നടത്തിവരുന്നു. പാടാനുള്ള ഭാഗ്യം എൻ്റെ ഈ എളിയ കലാജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ അപൂർവമാണ്. ചുരുക്കം നമ്മള് പാടിപ്പോകും, അതിന്റെ റെമുനേഷൻ വാങ്ങിക്കും എന്നല്ലാതെ ചുരുക്കം ചില ഫംഗ്ഷൻ മാത്രമേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത് നമ്മുടെ വീട്ടിൽ വിളിക്കുക, ഒരു അനുമോദനം സംഘടിപ്പിച്ച് തരിക എന്നുള്ളൊരു രീതിയിലേക്ക് ഒരുപാട് കലാകാരനുള്ള രീതിയിൽ നമുക്ക് തരുന്ന പ്രതിബദ്ധതയേക്കാൾ നമ്മുടെ ദൈവം നൽകിയ നമ്മുടെ വലിയ കഴിവ് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. വീണ്ടും ഓർമ്മിച്ചതിൽ നന്ദി. ഞാനൊരു എൻ്റെ അനുഭവം മാത്രം ഞാൻ പറയുകയാണ്. ഒരു കോളേജിലേക്ക് വരികയാണ് ദിവസം നമ്മുടെ നാരായണ മാഷിന്റെ വാഴപ്പുറം നാരായണ മാഷിന്റെ ഇത് എഴുതി സംഗീതം ചെയ്തു. ഞാനും നാരായണ മാഷും ഒരു അധ്യാപകന്റെ വിദ്യാർത്ഥികളാണ്. കാഞ്ഞങ്ങാട് ശ്രീനിവാസ് മാഷിന്റെ അപ്പം ഒരു ഗാനം പാടാനുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ സാധാരണ ഒരു ഗാനം പാടി നമ്മൾ സ്റ്റുഡിയോ പോയി പാടി അതിന്റെ റെമുനേഷൻ വാങ്ങിച്ച് ഗവൺമെന്റ് പകരം സുരക്ഷമായി ഒരു കലാസ്നേഹിയായ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന്റെ മൊത്തം കേരളത്തിലെ ഷോർട്ട് ഫിലിമിന്റെ കഥയും ഇതെങ്ങനെയാണ് സംഭവം എന്നൊരു ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം നമ്മുടെ പാട്ട് പാടുമ്പോൾ അതിന്റെ ഏത് രീതിയിലാണ് നമ്മുടെ പാട്ടിന്റെ ആലാപന ഭാവം വേണ്ടത് എന്നും നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് നാരായണ മാഷത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് അതിന്റെ ഭാവം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒരു പാടാൻ പെട്ടെന്ന് പറ്റിയതാണ്. ഒരു മണിക്കൂറോളം നമ്മൾ സ്റ്റുഡിയോയിൽ പാടി വെച്ചു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു പാട്ട് എന്നുള്ള രീതിയിൽ ഇതിന്റെ പിന്നിൽ ഇത്രമാത്രം വർക്ക് ഇതിന്റെ പിന്നിൽ നടന്നു. അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഞാനും ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും സന്തോഷമുണ്ട് മനസ്സിൽ. ഞാൻ എന്റെ ആദ്യം പറഞ്ഞ നമ്മൾ പാടി അതിന്റെ പ്രതിഫലം വാങ്ങിച്ചു പോകുന്നതിന് പിന്നെ നമ്മൾ ആരും കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതിന്റെ പ്രതിഫലം നമ്മൾ പറഞ്ഞ പ്രതിഫലം നമ്മൾ തരുന്നു. അതിനുശേഷം നമ്മൾക്ക് വിളിച്ചൊരു ആദരവും തരികയാണ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വൈകിയ വേളയിൽ നിങ്ങൾ കേട്ട ആ ഗാനത്തിന്റെ അദ്ദേഹം പാടി. എൻ്റെ സുഹൃത്ത് അദ്ദേഹം നെടുമുടിയിൽ പാടി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും അവരിലെല്ലാം നാരായണ മാഷ് അദ്ദേഹം രചന ചെയ്ത് സംഗീതം ചെയ്ത ഗാനം നമ്മളുടെ ശബ്ദം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മുടെ ശബ്ദം. അങ്ങനെയാണ് പാട്ട് ചെയ്യുന്നത്. രണ്ടുപേരും മാത്രം ഞാൻ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനായി പാടുകയാണ്. കത്തിജ്വലിക്കാൻ തുടങ്ങി അത്യുജ്വലം ശോഭ കൊള്ളും മഹാശക്തി ശംഭുജരൂപം ധരിച്ചു. ശംഭുജരൂപം ധരിച്ചു. ഇങ്ങനെയുള്ള ഈ ഒരു കല ദുബായിയിൽ പങ്കാളിയാകുവാൻ അവസരം ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമസ്കാരം. വിജിന നീലേശ്വരം കേന്ദ്ര കഥാപാത്രമായ തേരമ്മയ്ക്ക് ശബ്ദം നൽകി ആ കഥാപാത്രത്തെ കരുത്തുറ്റതാക്കി മാറ്റി. സദസ്സിന് എന്റെ നമസ്കാരം. ഡബ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത്. അതിന് സുരേഷ് സാറിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ AKV മീഡിയ പ്രൊഡക്ഷന്റെ അഭിയാണ് എന്നെ വിളിച്ചത്. തേരമ്മയ്ക്ക് എന്റെ ശബ്ദം നൽകാൻ സാധിച്ചത് വളരെയേറെ സന്തോഷം. നന്ദി. കൃഷ്ണൻ വി വാഴക്കോട് കണ്ടത്തിന്റെ ഉടമസ്ഥനായി രാമൻ നായരായി കഥാപാത്രത്തെ ജീവസുറ്റത്താക്കി. ശ്യാമപ്രസാദ് കക്കട്ടിൽ ചെറുപ്പക്കാരനായ ജ്യോത്സ്യർ വ്യത്യസ്തമായി സ്വന്തം ശൈലിയിൽ ജ്യോതിഷം പറയുന്ന
കണിയാരായി തേറമ്മയിൽ തിളങ്ങി. പ്രായം കൂടിയവർക്കു മാത്രമുള്ളതല്ല, മറിച്ച് ചെറുപ്പക്കാർക്കും ജ്യോത്സ്യരുടെ കഥാപാത്രം അവതരിപ്പിക്കാം എന്ന് ശ്യാമപ്രസാദ് ഈ ഹ്രസ്വചിത്രത്തിലൂടെ തെളിയിച്ചു. പ്രവചനത്തിൽ ഉപയോഗിച്ച സംസ്കൃത ശ്ലോകങ്ങൾ ശ്യാമപ്രസാദ് സ്വന്തമായി തയ്യാറാക്കി അവതരിപ്പിച്ചതാണ്. ആദ്യമായി അഭിനയിക്കുന്നതിന്റെ യാതൊരു പൊരുത്തക്കേടും ശ്യാമപ്രസാദ് എന്ന ജ്യോത്സ്യ കഥാപാത്രത്തിന് കണ്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ സാധനയോടെയുള്ള ജീവിതചര്യയെ ആണ് സൂചിപ്പിക്കുന്നത്. കലയെ സ്നേഹിക്കുന്ന, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയായ തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ പ്രമോദ് സാർ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബർ മാസം 30-ാം തീയതി ജ്യേഷ്ഠ സഹോദരനായ സുരേഷ് പടിഞ്ഞാറക്കര കഥയും തിരക്കഥയും നിർമ്മാണവും സംവിധാനവും ചെയ്തിട്ടുള്ള ഹ്രസ്വചിത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. തേറമ്മ എന്ന ഹ്രസ്വചിത്രം അത് കൊടുക്കുന്ന സന്ദേശം പ്രത്യക്ഷത്തിൽ വിശ്വാസ സംബന്ധിയായത് എന്ന് നമുക്ക് തോന്നാം. എന്നിരുന്നാലും നമ്മുടെ പാരമ്പര്യം, പൈതൃകം എന്നുവേണ്ട പാരിസ്ഥിതികമായ വിഷയങ്ങൾ പോലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു ഹ്രസ്വ ചിത്രമാണ് ഇത് എന്ന് അതിന്റെ ഉൾക്കാമ്പ് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കലയുമായി യാതൊരുവിധ കൊലബന്ധം പോലുമില്ലാത്ത എന്നെ ഇതിൽ ഉൾപ്പെടുത്തി അന്റെ കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അതിയായി ശ്രമിച്ചു. ഏറെ നാളത്തെ അശാന്ത പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തിന് ഈ ചിത്രം കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട, പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് സുരേഷേട്ടന് എന്റെ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്നേഹ കെ രാംനഗർ തേറമ്മയിലെ തേറമ്മ എന്ന കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു. തെയ്ക്കൊണ്ടോ എന്ന ആയോധന കലയുടെ ദേശീയ റഫറി, ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ്, മാവുങ്കാൽ പ്രഗതിയിലും കല്യാണത്തും നിരവധി കുട്ടികളെ ഈ തെയ്ക്കൊണ്ടോ എന്ന ആയോധന കല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാഞ്ഞങ്ങാട് രഘുമാസ്റ്ററുടെ കീഴിൽ നൃത്തവും പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. എനിക്കാകെ ഡാൻസ് ചെയ്യാൻ കൈകൊണ്ടടിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് സുരേഷേട്ടൻ എന്നെ കാണുന്നതും ഇങ്ങനൊരു അവസരം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി, ഞാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ ഇവിടാണ് സാന്ദ്ര അനിയത്തിയാണത്, അപ്പൊ അവളെ പറഞ്ഞ് ജസ്റ്റ് ചെയ്ത് നോക്കി സക്സസ് ആവുകയെന്ന് അറിയില്ല, ട്രൈ ചെയ്യുന്നു. അങ്ങനെ ട്രൈ ചെയ്ത സംഭവമാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പൊ കോസ്റ്റ്യൂമിനായാലും പ്രസവേട്ടനായാലും ക്യാമറമാനായാലും ബിൻസാറായാലും സുരേഷേട്ടനായാലും കംഫർട്ട് ഉണ്ടായിരുന്നില്ല എന്ന് സത്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ ചെയ്യാനും പറ്റി. എല്ലാവർക്കും നന്ദി. നിതീഷ് ബേഡകം തേറമ്മയിലെ 2 ഗാനങ്ങൾക്ക് ഓർക്കസ്ട്രേഷനും സോങ് റെക്കോർഡിംഗും ചെയ്തു. മ്യൂസിഷ്യൻ, കീബോർഡിസ്റ്റ്, LCM ലണ്ടൻ കോളേജ് ഓഫ് മ്യൂസിക് ഗ്രേഡ് എക്സാം ചെയ്ത വ്യക്തി കൂടിയാണ്. നിരവധി സംഗീത ആൽബങ്ങൾക്കും കലോത്സവ സ്വാഗത ഗാനങ്ങൾക്കും ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പുകളിലും
മറ്റ് ലൈവ് മ്യൂസിക് ബാൻഡുകളിലും ലീഡിംഗ് കീബോർഡിസ്റ്റായി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ജവഹർ നവോദയ പെരിയ, ചിന്മയ വിദ്യാലയം കാഞ്ഞങ്ങാട്, ചിന്മയ വിദ്യാലയം നീലേശ്വരം എന്നീ വിദ്യാലയങ്ങളിലെ കീബോർഡ് അധ്യാപകൻ കൂടിയാണ്. സ്വന്തമായി കുണ്ടംകുഴിയിൽ ക്ലാസിക് ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ധന്യനിമിഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും സുരേഷ് ഇതുപോലുള്ള നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അതൊരു ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സനൽ മഹാദേവ് ബേളൂർ കൈലാസനാഥനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഭക്തി സായുജ്യം നൽകിക്കൊണ്ട് സനൽ മഹാദേവ് തന്റെ കഥാപാത്രത്തെ ഭക്തിസാന്ദ്രമാക്കി. പ്രൊഫഷണൽ ഫ്ലൂട്ട് വാദകനാണ് സനൽ മഹാദേവ്. തിരുവനന്തപുരം ക്ഷേത്രത്തിൽ പൂജാരിയാണ് സനൽ മഹാദേവ് ബേളൂർ. ഒരു 10 വർഷമായില്ലേ പടിഞ്ഞാറൊക്കെ പാടുന്നുള്ളൊരു പ്രോഗ്രാം പരിചയപ്പെടുന്നത് വീട്ടിലുള്ള പരിചയമാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് പറഞ്ഞാൽ നമ്മുടെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടിരുന്നതിൽ വളരെ സംഭാവന നൽകിയാണ്, പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് വർക്ക്. ഞാൻ മുമ്പ് ഒരു 2-3 സിനിമകളൊക്കെ ഇതിനെ മുമ്പ് കാണിച്ചിരുന്നു ചെറുപ്പകാലത്ത്. പിന്നെ എന്നെ കൊണ്ട് സുരേഷ് ചേട്ടൻ പിന്നെ പണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കാണ്ട് താല്പര്യം. ശ്രീകൃഷ്ണ വേഷം പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ കാലത്തിന്റെ ഒരു ശിവനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതും എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് അറിയില്ല. നമ്മുടെ ബോഡി ശിവന്റെ ബോഡിയിലാണെന്നാണ് തോന്നുന്നത്. അഭിനയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, ഇതൊരു സംഭവം പറയാൻ പറ്റില്ല. പക്ഷെ സംഭവമായ സുരേഷേട്ടനാണ് എന്റെ കഥകളും കാര്യങ്ങളായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. അതിന് സന്തോഷം. സുരേഷേട്ടൻ ഇനിയും ഇതുപോലത്തെ ഞാൻ സർവീസും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിയില്ല. മോഹനൻ കക്കാണത്ത് തേറമ്മയിലെ തമ്പുരാൻ. തേറമ്മയിലെ തമ്പുരാന്റെ വേഷം അത്യുഗ്രമാക്കി അനവധി വേദികളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് ജനനിയുടെ അദ്വൈതം എന്ന നാടകത്തിലും പ്രധാന വേഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിനു സി വി തേറമ്മ ഷോർട്ട് മൂവിയുടെ ക്രിയേറ്റീവ് ഹെഡായി പ്രവർത്തിച്ചു. ഷോർട്ട് ഫിലിം മേഖലകളിൽ ഒരുപാട് പ്രവർത്തിച്ച പരിചയസമ്പത്ത് തേറമ്മയുടെ വിജയത്തിനും കാരണമായി ഭവിച്ചു. ഇപ്പോൾ കാസർഗോഡ് വിഷൻ ചാനലിൽ പ്രോഗ്രാം ഹെഡായി പ്രവർത്തിക്കുന്നു. സ്വദേശം പിലിക്കോട്. എല്ലാവർക്കും നന്ദി. ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു. തീർച്ചയായിട്ടും ഒരു കലാസൃഷ്ടി ഉണ്ടാവുക, അത് റിലീസാവുക, പ്രത്യേകിച്ച് അതൊരു സിനിമയാകുമ്പോൾ ഏറെ സന്തോഷം. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിനപ്പുറത്ത് ഞാൻ കാണുന്ന സന്തോഷം ഇതിന്റെ സംവിധായകൻ സുരേഷ് ചേട്ടന്റെ അദ്ദേഹം ഒരു എഫേർട്ട് ഉണ്ട്. അപ്പൊ ഒരു സിനിമ അത് ചെറുതാവും വലുതാവും. ഒരു സമയം തുറന്നു ഒരു മിനിറ്റിൽ ഒരു സിനിമ ചെയ്യാം, 2 മണിക്കൂർ ചെയ്യാം, പലതും ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ആദ്യം സംവിധാനം ചെയ്യുക എന്ന് വെച്ചാൽ സംവിധായകൻ ഒന്ന് എന്താ പറയാ ആള് സേഫ് ആവുക എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഏത് സംവിധായകനായാലും അതിലൊരു പരസ്യചിത്രമാവട്ടെ എന്തായാലും ആദ്യം ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടന്മാരെ വെക്കുക. എക്സ്പീരിയൻസ് നന്നായിട്ട് അഭിനയിക്കുന്ന ആളല്ല, ക്യാമറയ്ക്ക് മുമ്പിൽ നന്നായിട്ട് അഭിനയിച്ച് പരിചയമുള്ള ആളെ വെക്കുക. കാരണം അതാണ് സേഫ് ഒരു സംവിധായകനെ സംബന്ധിച്ചിട്ട്. പക്ഷെ സുരേഷ് ചേട്ടൻ ചെയ്തത് ഈ തേറമ്മ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച എത്ര പേര് 100% അല്ലേ? അല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നത് 100% പേരും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിറഞ്ഞ കൈയടി അദ്ദേഹത്തിന്. കാരണം അത് നമുക്ക് ആ ഒരു സിനിമ എത്രമാത്രം വിജയിച്ചു അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, ആ എടുക്കുന്ന ഒരു എഫേർട്ട്. കാരണം അദ്ദേഹം അതെല്ലാം ചെയ്തത്. കാരണം നമ്മളിപ്പോ ഞാൻ ഷൂട്ട് സ്ഥലത്ത് വന്നപ്പോ കുറച്ച് നേരത്തെ ഇതിന്റെ ഫുള്ളായിട്ട് സഹകരിക്കാൻ പറ്റിയില്ല, കുറച്ചു നേരം വലിയൊരു ഭാഗം സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിളിച്ചതിൽ ആദ്യം നന്ദി പറയുന്നു. അപ്പോ ഇപ്പോ ആ ഷൂട്ടിംഗ് സമയത്ത് മോഹനായിട്ട് അഭിനയിക്കാൻ വരിക. അപ്പൊ സുരേഷ് പറഞ്ഞു ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുന്നത്, വലിയ നടനാണ്, നാടകത്തിന്റെ മുമ്പിൽ നാടകത്തിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയ നോക്കി കണ്ടു. വളരെ ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റ്, സ്നേഹ വളരെ ടൈമിങ്ങുകളാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ സുരേഷ് മോഹനായിട്ട് ചിലപ്പോ ഒരു 10 മിനിറ്റ് ഡയലോഗ് നാടകത്തിൽ ത്രൂട്ട് വളരെ ഗംഭീരമായിട്ട് അഭിനയിക്കുമായിരിക്കും. പക്ഷെ ക്യാമറ മുമ്പിൽ എങ്ങനെ അഭിനയിക്കും എന്നുള്ളതാണ്
ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു നടനാണ് എന്ന് ഒരു ഡയറക്ടർക്ക് സമ്മതിക്കാൻ വരുന്നത് അങ്ങനെ അഭിനയിക്കുമ്പോഴാണ്. നാടകത്തിൽ ചിലപ്പോൾ 10 മിനിറ്റ് മോഹൻലാൽ തകർക്കുമായിരിക്കും. ആ 10 മിനിറ്റ് ഡയലോഗിനെ സംവിധായകൻ 10-15 ഷോർട്ടാക്കി മാറ്റിയിടണം. അപ്പൊ ഓരോ വാക്കും ചിലപ്പോ പറയുന്ന സമയങ്ങൾ വ്യത്യാസപ്പെടും. ആദ്യം പറയുന്ന ആ 10 മിനിറ്റ് ഡയലോഗില് ആദ്യത്തെ ഒരു വാക്ക് ചിലപ്പോ അഭിനയിക്കുന്ന അവസാനമായിരിക്കും. അപ്പം ഈ 10 മിനിറ്റ് ഒരു ഡയലോഗ് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും, അത് ഈ അഭിനയിച്ച് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരും വേണ്ടേ. അപ്പൊ ഓരോ ഡയലോഗ് പറയുമ്പോൾ ഉണ്ടാകുന്ന മോഡുലേഷൻ, തൊട്ട് മുമ്പത്തെ ഡയലോഗ് എങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് അഭിനയിക്കുന്നിടത്താണ് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുമ്പോൾ ആ നടനാകുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ വളരെ കൃത്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഡയലോഗൊക്കെ അതിന്റെ ക്യൂ അല്ലെങ്കിൽ തുടർച്ചയൊക്കെ മനസ്സിലാക്കിയിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് പേര്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ചുറ്റും ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട്. സാഹചര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട്, അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടൊക്കെ ബാക്കോട്ട് പോയി ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരമുള്ള കലാകാരന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സുരേഷ് ലാൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ ഒരു ഷോർട്ട് ഫിലിം 24 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമാണ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ അഭിനയിച്ച എല്ലാവരെയും അതിന്റെ ആക്ടിങ്ങും കാര്യങ്ങളും അതിന്റെ പിന്നണി കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതിലിപ്പം മോഹനേട്ടനായാലും സ്നേഹയായാലും. അതുപോലെ എനിക്ക് ഈ സിനിമയില് ഏറ്റവും എനിക്ക് വളരെ കറക്റ്റായിട്ട് അത് 100% പെർഫെക്റ്റ് തോന്നിയത് അതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ നോക്കുന്ന ലക്ഷ്മി, ആ ഒരു സീൻ തമ്പ്രാൻ വന്ന് നോക്കുമ്പോഴുള്ള ഒരു നോട്ടം മാത്രം, അത്രയുള്ള കാര്യത്തുള്ളൂ. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് തോന്നിയത് ആ ഒറ്റ സീനാണ്, അല്ലെങ്കിൽ ആ ഒരു രംഗമാണ്. എന്ന് വെച്ചാൽ ബാക്കി മോശം നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നെഗറ്റീവ് എടുക്കാൻ പാടില്ല, ഉള്ളതിനേക്കാൾ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു നോട്ടം. തമ്പ്രാൻ അവിടെ നോക്കില്ലേ എടുക്കുക എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ആ ഒരു ഒളിക്കുന്ന ഒരു നോട്ടം അത് നിങ്ങൾ ഒന്ന് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവം. അതുപോലെ ഞാനിപ്പോ ക്യാമറക്ക് മുമ്പിൽ വന്നിട്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ കണ്ടം വെക്കുന്ന നമ്മുടെ കൃഷ്ണന്റെ ഒരു കുറച്ച് ദൂരത്ത് വന്നിട്ട് ഒരു വൈറ്റ് ഷോട്ട് വെച്ചിട്ട് അപ്പൊ അത്രയും ദൂരത്ത് അദ്ദേഹം വന്നു. അപ്പൊ വന്നിട്ട് ഡയലോഗ് വന്ന് ക്ലോസ് ആണ്. അപ്പൊ ക്ലോസിലേക്ക് വരുമ്പോ ആ വൈകിട്ട് മിഡിൽ നേരെ ക്ലോസിലേക്ക് പോകുമ്പോ ആ കണ്ടിന്യൂറ്റി പ്രശ്നമുണ്ട്. കൃഷ്ണേട്ടന് അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളതല്ല, കൃഷ്ണേട്ടന് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു. ആ ടൈമിൽ, ആ അഭിനയിക്കുന്ന ടൈമിൽ നമുക്ക് ഒന്നുകൂടി കാണുമ്പോൾ മനസ്സിലാവും. അപ്പം കൃഷ്ണേട്ടൻ ആദ്യമായിട്ടാണ് ആ ടൈമിംഗ് ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല, അത്യാവശ്യം കുറച്ച് വർക്കുകൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ശരിയാവാം, തെറ്റാവാം, എന്തോ ആവട്ടെ. അപ്പൊ അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാർ, സംവിധാനം സംസാരിക്കായിരിക്കും അല്ലെ, സംസാരിക്കും. അതുപോലെ ഗാനം, മനോഹരമായ ഒരു ഗാനം കാട്ടീശ്വരിക്കും. നമുക്കൊക്കെ ഒരു കാലത്ത് ഈ റിയാലിറ്റി ഷോ തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നു ഇത്തിരി വലിയൊരു റിയാലിറ്റി ഷോ തുടക്കം കുറിച്ചത് കൈരളിയാണ്. കൈരളി ചാനലിലെ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു വലിയൊരു റിയാലിറ്റി ഷോ പറയുന്നത്. അതിനുശേഷമാണ് ബാക്കി എല്ലാ ചാനലുകളും അതിന്റെ അതുപോലുള്ള പരിപാടികൾ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു പ്രോഗ്രാമിൽ ഗന്ധർവ സംഗീതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയ ഒരു അനുഗ്രഹീത കലാകാരനാണ് രാജേഷേട്ടൻ. രാജേഷേട്ടന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മധുരൊക്കെയുള്ള ഒരുപാട് ഭക്തിഗാനമൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കൂടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രസാദ്, നമുക്ക് പക്ഷെ നമ്മളിപ്പോ ഒരു ഫ്രെയിം കാണുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. നേരത്തെ നമ്മുടെ പ്രമോദ് സാർ പറഞ്ഞതുപോലെ അതിൽ കുറെ കാര്യങ്ങൾ, അതിന്റെ ആ വീട് എന്ന് പറഞ്ഞത് വീടിന്റെ ചെറിയ കോർണർ മാത്രം ഉപയോഗിക്കാൻ പറ്റിയിട്ടു, ചെറിയൊരു സ്പേസ്. ബാക്കിയുള്ള ഡിഷും ടിവിയുടെ ഡിഷ് കാര്യങ്ങൾ, ഇങ്ങനെ കുറെ സംഭവം, ചെറിയൊരു സ്പേസ്. ആ സ്പേസ് അധികം ബഹളമൊന്നുമില്ലാതെ ആർട്ടിൽ എന്താണ് ആർട്ട് വേണ്ടത് അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ആ ഓല മടയുന്ന ഓലയായാലും നമ്മുടെ ആർട്ടായിട്ടില്ല കാണുന്നത്. അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ഫ്രെയിം നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ ഒരു കഴിവുള്ള അനുഗ്രഹീത കലാകാരൻ. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഇതിന് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് മാസ്റ്റർ ഡാൻസ്, ഇതിന്റെ വരികൾ എഴുതിയ നാരായണ മാസ്റ്റർ, ഞാൻ ഓരോരുത്തർക്ക് പറയുന്നില്ല. അപ്പൊ എല്ലാവരും വളരെ ഗംഭീരമായിട്ടുണ്ട്. വലിയൊരു വർക്കിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള നിലയിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് എന്നെ ഏൽപ്പിച്ച സുരേഷ് സാറിന്, ഈ അനുമോദം തന്ന സാറിന് എല്ലാവർക്കും സ്നേഹത്തിൽ എല്ലാവർക്കും. കാവ്യ കുണ്ടംകുഴി തേറമ്മേ തേറമ്മേ എന്ന ഗാനം ആലപിച്ചു. തേറമ്മയിലൂടെ സംഗീത ലോകത്തേക്ക്
വേറിട്ടൊരു ശബ്ദത്തിനുടമയായ കാവ്യ എന്ന പുതുമുഖ ഗായികയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഈ ഒരു ഷോർട്ട് ഫിലിമില് പാടാൻ വിളിച്ച സുരേഷനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വേദിയിൽ ഇങ്ങനെ കലാകാരന്മാർക്കായാലും എല്ലാവർക്കും അഭിനയിച്ച എല്ലാവർക്കായാലും ഒരു മൊമെന്റോ തന്ന ഭാരവാഹിക്കും സുരേഷനും എല്ലാവർക്കും നന്ദി. വർഷം കഴിഞ്ഞെത്തും ശരത്കാലമേ ഹർഷം തൂക്കിയൻ മുന്നിൽ വരൂ. വർഷം കഴിഞ്ഞെത്തും ശരത്കാലമേ ഹർഷം തൂക്കിയൻ മുന്നിൽ വരൂ. ചിന്തത്തിലാനന്ദ തേമഴയായെന്റെ നിശ്ചിതക്കുളിരിൽ നീ അലിഞ്ഞു ചേരൂ. വൃശ്ചികക്കുളിരിൽ നീ അലിഞ്ഞു ചേരൂ. ടി നാരായണൻ വാഴക്കോട് ഗാനരചനയും സംഗീതവും നിർവഹിച്ചു. വിപ്ലവാത്മകമായ വരികളിലൂടെ ഗാനരചനാരംഗത്തേക്കും സംഗീതം പകർന്നതിലൂടെ സംഗീത സംവിധാന രംഗത്തേക്കും വലിയ സംഭാവന നൽകിക്കൊണ്ട് കലാലോകത്തിന് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും ശ്രീ ടി നാരായണൻ വാഴക്കോട്. കാഞ്ഞങ്ങാട് ശ്രീ ടി പി ശ്രീനിവാസൻ മാസ്റ്ററുടെ ശിഷ്യൻ. വെള്ളൂട ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഭക്തിഗാന വീഡിയോ ആൽബത്തിന് സംഗീതം നൽകി. കൂടാതെ ഓണപ്പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ എന്നിവ എഴുതുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടപ്പാറയിൽ സ്വന്തമായി സംഗീത വിദ്യാലയം നടത്തിവരുന്നു. ബഹുമാനപ്പെട്ട പ്രമോദ്, മറ്റു കലാകാരന്മാരെ, സുരേഷ് പടിഞ്ഞാറക്കര, ഞാനും കൂടി എന്റെ ഒരു പഴയ കാല കുറെ വർഷങ്ങളായിട്ട് നമ്മള് സുഹൃത്തുക്കളാണ്. അദ്ദേഹം ചില സമയത്ത് ചില പാട്ടുകളും ചില കുറെ വരികളൊക്കെ എഴുതി എന്റെ അടുത്ത് ഇങ്ങനെ സമീപിക്കും. നമ്മളിങ്ങനെ കുറെ ചർച്ച ചെയ്യും. അങ്ങനെ അതിലൂടെ നിങ്ങളിത് ഒരു സംഗീത സംവിധാനം നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഓരോരോ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ എന്നോട് പല കാര്യങ്ങളും ചോദിക്കും. കൂടെ എന്റെ അടുത്ത് വരും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം വലിയൊരു പേപ്പറിൽ കുറെ കാര്യങ്ങൾ എഴുതി സ്ക്രിപ്റ്റ് എഴുതി എന്നെ വിളിച്ചു. അതുവരെ എന്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറെ കഥകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇതിന് തയ്യാറായിട്ട് ഒരു പാട്ട് രചിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒരു കഥയാസ്വദമാക്കിയിട്ട് ഒരു രചന നടത്തുന്ന ആദ്യമായിട്ടാണ്. പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം എഴുതുന്നതാണ്. ഈ കഥയെ ആസ്വദമാക്കി തന്നെ ഒരു പാട്ട് എഴുതണം. അപ്പൊ കഥ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് തേറമ്മ അങ്ങനെ വലിയ കഥയാണ്. അപ്പൊ അതൊരു വലിയൊരു ശാപത്തിന്റെ ഒരു പാട്ടാണ് വേണ്ടത്. ഇങ്ങനെ ഒരു എന്താ പറയുക, പണ്ടത്തെ അനാഥാലയങ്ങൾക്കും അനീതിക്കും ഒക്കെ പോരാടുന്ന ഒരു കഥയായതുകൊണ്ട് അതിനനുസരിച്ച് പാട്ട് പാടും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആശയങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ ഞാൻ എഴുതട്ടെ. അപ്പൊ അങ്ങനെ ഈ കഥയൊക്കെ വായിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പാട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങളെ വന്നു. പഠിച്ച കുറെ മെനക്കെട്ടോ സമയത്ത് ഇങ്ങനെ ഓരോ പാട്ടുകൾ കാണിക്കും. അദ്ദേഹത്തിന് അത് തൃപ്തിയില്ല. പല പാട്ടുകൾ എഴുതി. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു കഥ അനുസരിച്ച് എഴുതട്ടെ. അതാണ് എഴുതിയത്. കുറെ പാട്ട് എഴുതി. അപ്പൊ ഞാൻ അങ്ങനെ നിങ്ങനെ പറയാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കും? അദ്ദേഹത്തിന് ഒരു പാട്ട് ഞാൻ ആദ്യത്തെ ഒരു പാട്ട് എഴുതുന്നു. അപ്പൊ അത് പറയാം. അപ്പൊ നിങ്ങളെന്നെ അത് എഴുതുന്നു. അങ്ങനെ ഞാൻ കുറെ സമയം അങ്ങനെ ഇരുന്ന് ആ ഒരു കഥയിൽ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ പാട്ടാണ്. അപ്പോ ഈ കഥ നടക്കുന്നത് ശരിക്കും രണ്ട് പടിഞ്ഞാറക്കര എന്ന പ്രദേശത്താണ്. അപ്പൊ ഈ കഥ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ ഈ കഥയൊക്കെ വരുമ്പോൾ എനിക്ക് ഇത് തോന്നി, ഇത് എങ്ങനെയാണ് വിജയിക്കരുത്. ഇത്രയും കൂടെ കഥാപാത്രങ്ങളുണ്ട്, വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. അപ്പൊ അദ്ദേഹം ഇതൊന്നും നിങ്ങൾ മെനക്കെടാൻ അതിന് നോക്കണ്ട, അതിനൊന്നും നിങ്ങളെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ ക്ഷേത്രത്തോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അവിടെ വെച്ചിട്ട് ഇതൊക്കെ ഭഗവാൻ അനുഗ്രഹം ഇത് നടക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പല കാര്യങ്ങളും നടക്കും, വിവാഹം പല കാര്യങ്ങൾ നടന്നു. അങ്ങനെയാണ് ഇത് ഒറ്റ ആദ്യം നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ സമീപിക്കുന്ന ഒരു വിഷയമാണ് ചോദിക്കും. അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി. പിന്നീട് ഇത്
നമ്മുടെ വാർഡുകൾ തന്നെ അഭിനയിക്കുന്നു, അവിടെ തന്നെ അഭിനയിപ്പിക്കുന്നു. അപ്പൊ അതിൽ കൊണ്ട് കുറെ സംഗതിയെല്ലാം ആസൂത്രണം ചെയ്യണം, എന്തെങ്കിലും നിർവ്വഹണം വിളിച്ചോണ്ടിരിക്കുക, അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പൊ നമ്മളെ വിളിക്കണം, ദൈവത്തിന് സപ്പോർട്ട് എന്നല്ല എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ കുറെ കലാകാരന്മാരെ ഞാൻ ആക്കിയതാണ്. പിന്നെ ഇതിനോട് നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ ആളുകളെ കൊണ്ട് പുതിയ പുതിയ ഗാനം എഴുതി അതിനകത്ത് വരും, പുതിയ പുതിയ ആളുകളോട് പാടിക്കുന്നു. പുതിയ പുതിയ ആളുകൾ ഒരാൾ പറയുക നടന്നു, ഞാൻ പ്രശ്നമില്ല, അങ്ങനെ പാടിച്ചോ, ഞാൻ എഴുതരാം സംഗീതം. അങ്ങനെ ഈ നേരത്തെ പുതിയ ആളുകൾ പാടിക്കലും പുതിയ ആളുകളെ കൊണ്ട് അഭിനയിപ്പിക്കുക. അദ്ദേഹം ഒരു പ്രതിരോധം വെച്ചിരിക്കാതെ ഒരു കഠിനമായി ഇതിനു വേണ്ടിയിട്ട് ഒരു ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് അദ്ദേഹത്തിന്റെ. പഴയ കാലങ്ങളുടെ ഇട്ട് നോക്കുമ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം ഒരു പ്രതിഫലം വീക്ഷിക്കാതെ എന്താണോ. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം ഉറച്ചു കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞാലും അതിന് അനക്കവുമില്ല. ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രം ചെയ്യും, എടുത്തു വന്നാൽ നിൽക്കേണ്ട. അത് അദ്ദേഹത്തിന്റെ ഒരു കൺകുടുത്താണ്, അത് മാറ്റാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞത് അത് ഒന്ന് നോക്കണ്ട, അത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ചെയ്തത് ഞാൻ ചെയ്തോളൂ. അങ്ങനെ ഒരു മനസ്സിലുറച്ച കാര്യങ്ങൾ അതിശക്തമായി ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ ഓമാപ്പാട്ടായാലും മറ്റു കാര്യങ്ങളായാലും നമ്മള് ഓരോ ക്ലാസ് വെക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യും, പ്രൊഡ്യൂസർ ഒന്നും ഇല്ലാത്ത സമയത്ത് അതൊന്നും നോക്കണ്ട, നമ്മള് എന്താ ചെയ്യും. അങ്ങനെ ഇതിപ്പോ നമ്മൾ കുറെ കാലങ്ങളായി നീണ്ടുകൊണ്ട് പോയി പാട്ട് ആദ്യം ഇറക്കി, പിന്നീടും ആ തേറമായ പാട്ടിന് ഞാൻ സംഗീത സംവിധാനം അത് പാടിച്ചു. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോ കൊടുക്കുകയും പാടുന്നത് അദ്ദേഹം സ്റ്റുഡിയോ ചെയ്ത് അദ്ദേഹം പാടിക്കും. പിന്നെ ഈ രാജേഷ് മാസ്റ്ററെ ഞാൻ വിളിക്കുന്നത് ഞാൻ ഇങ്ങനെയെങ്കിലും നമ്മളൊന്ന് സീരിയസ് ആയിട്ട് കാണണം ഈ വിഷയം. അപ്പൊ ഇതൊന്നും സീരിയസ് ആയിട്ട് കാണുമ്പോൾ ആരെയും കൊണ്ട് ഇങ്ങനെ പാടിക്കുന്നത് നമുക്ക് ഇത്ര നല്ലൊരു ഗാനം കൊണ്ട് തന്നെ പാടിക്കാം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അങ്ങനെയാണ് രാജേഷ് മാസ്റ്ററെ ഞാൻ വിളിക്കാനും ആ പാട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചത്. അപ്പോ ഇതൊരു നിമിത്തം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പ്രിയ ആളുകളെ കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടുന്ന അല്ലെങ്കിൽ കലകളെ അല്ലെങ്കിൽ ചരിത്ര സംഭവത്തെ, പടിഞ്ഞാറക്കര ഒരു പ്രദേശത്ത് ഉറങ്ങിക്കിടക്കുന്ന ചരിത്ര സംഭവത്തെ ഇത്രയും വിശാലാക്കിക്കൊണ്ട് അദ്ദേഹം ഇതിലെന്ത് വന്നാൽ നിൽക്കണം ആ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിനു വേണ്ടി മെനക്കെട്ടത്. അതിലൊന്നും അത് വീക്ഷിക്കുന്നില്ല, ഒന്നിനും അദ്ദേഹം പ്രതിഫലമായി കാണുന്നില്ല. എന്ത് വന്നാൽ നിൽക്കണം അദ്ദേഹത്തിന്റെ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം കുഞ്ഞു മനസ്സിൽ തന്നെ കുടികൊണ്ട ഒരു ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് അദ്ദേഹം ശ്രമിച്ചത്. അതിൽ എന്ത് പ്രതിബന്ധങ്ങളും എന്ത് നഷ്ടഘട്ടങ്ങൾ വന്നാലും അതിൽ നിന്ന് പിന്മാറാതെ അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത്. അത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലിച്ചിരിക്കാതെ, എല്ലാ കലാകാരന്മാരും അങ്ങനെയാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഒരു പ്രതിഫലിച്ചിരിക്കാതെ അവർക്ക് ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ അത്തരം അത് മറ്റു മനുഷ്യരുടെയും മറ്റു ശ്രോതാക്കളുടെ അഭിനന്ദനങ്ങളും അവരുടെ സന്തോഷങ്ങളുമാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം. അതും അദ്ദേഹത്തിന് കിട്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു പ്രതിഫലത്തിനുമല്ല, എല്ലാ കാര്യത്തിലും. ഇനിയിപ്പോ ചില കാസറ്റുകളിൽ ചില പാട്ടുകളൊക്കെ അദ്ദേഹം ഇപ്പോഴും എന്നോട് സംഗീത സംവിധാനം നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില വ്യക്തികാലങ്ങളൊക്കെ എനിക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. അത് എല്ലാ കലാകാരന്മാരും എല്ലാ പ്രേക്ഷകരും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും അത് കണ്ടുകൊണ്ട് പ്രോത്സാഹനം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രകാശൻ കെ ആനന്ദാശ്രമം കൃഷിപ്പണിക്കാരനായി വേഷം ചെയ്തു. തേറമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സ്നേഹ കെയുടെ അച്ഛനാണ് പ്രകാശൻ കെ. നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ആദരണീയനായ അവരുടെ സംസ്ഥാന സമിതി അംഗം പ്രമോദ് സാറിനും മറ്റ് ഈ സിനിമ കാണാൻ ഇവിടെ എത്തിയ ഇതിന്റെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും, സുരേഷ് എല്ലാവരും ഈ അവസരത്തിൽ നന്ദി പറയും. പെട്ടെന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ സംസാരിക്കാൻ ഒരുപാടുണ്ട്. ഇത് ഒരു സർക്കാർ കുടുംബം. ഇവിടെ സുരേഷ്, ഞാൻ സുരേഷിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ നാട്ടിൽ 30 വർഷം മുന്നേ വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വരുന്ന സമയത്ത് എന്നെ കൈപിടിച്ച് എന്നെ സഹായിച്ച സംഘ കുടുംബത്തിലെ ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ ഒരാളാണ് സുരേഷ്. അതോടൊപ്പം തന്നെ
ഈ വാഴക്കോട് ദേശം സ്നേഹത്തിന്റെ മൃഗസഞ്ജീവിനി ആണ്. ആ ദേശം മുഴുവൻ എല്ലാവരും സ്നേഹമാണ്. എന്നെ ആ നാട്ടുകാരിൽ ഒരാളായി ആ നാട്ടുകാർ എന്നെ സ്നേഹിച്ചു. എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ തന്നു. അപ്പോ അതില് ഈ കുട്ടിയുടെ സ്നേഹങ്ങളുടെ വേഷം ഒരു പ്രധാന വിഷയമായി. ഞാൻ പണ്ടേ ഒരു കലാ പ്രവർത്തകനായിരുന്നു, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മകളുടെ വേഷം സുരേഷ് പറഞ്ഞപ്പോ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുടുംബത്തിന് ചില അഭിനയിച്ച കുട്ടിക്കും മോൾക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു വേഷത്തിൽ. ഇത് സുരേഷിനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല. രണ്ടാമത് വീട്ടിലും മോൾക്കും ഇതൊരു വിഷയം ആണെന്ന് തോന്നിയപ്പോ ഞാൻ പറഞ്ഞു അഭിനയമാണ്. അഭിനയത്തിന് അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. മാത്രമല്ല വാഴക്കോട് നമ്മുടെ സ്വന്തം നാട് പോലെ ഒരു നാട്. അവിടെ അതിൽ അഭിനയിക്കുന്നവരും നമ്മുടെ ആളുകൾ സ്വന്തം ചേട്ടനും അനിയത്തിയും ഏട്ടന്മാരൊക്കെ തന്നെയല്ലേ. അതുപോലെ സുരേഷ് ഒരിക്കലും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നമ്മളെ പോലുള്ള ഒരാളല്ല. അതുകൊണ്ട് ഒരിക്കലും അഭിനയത്തിൽ ഇതൊന്നും കാണാൻ പാടില്ല. അവരുറപ്പ് അച്ഛനിൽ നിന്ന് മകൾക്ക് കിട്ടിയതിനു ശേഷമാണ് ഞങ്ങളെ വീട്ടിലെ ആശങ്കകളെല്ലാം മാറി. ഇത് എനിക്ക് പറയാൻ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനും എന്തായാലും ഈ പരിപാടിക്ക് ക്ഷണിച്ച എല്ലാവരും സുരേഷ് പ്രത്യേകം നന്ദി പറയും. ഫോട്ടോ എടുക്കാൻ വിളിച്ച എന്നെയാണ് ഇതിന്റെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയാൻ എന്റെ പ്രിയപ്പെട്ട അനുജൻ. എന്റെ അനുജനാണ് സുരേഷ് പടിഞ്ഞാറക്കര. എന്റെ അളയമ്മയുടെ മകനാണ്. എല്ലാവർക്കും അറിയാം, കുറച്ചുപേർക്ക് അറിയായിരിക്കും. പിന്നെ വാഴക്കോട് തുള്ളൂരിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ അഭിനേതാക്കളും സിനിമയെ കുറിച്ച് ഇത്തരം ഒരു ചിത്രം തന്നെ വരച്ച് കാണിച്ചു. ഞാൻ എന്താണ് കുറിച്ച് പറയേണ്ടത്? കണ്ടു, നല്ല സിനിമയാണ്. അപ്പൊ എല്ലാ അണിയറ ശില്പികൾക്കും അതിന്റെ അഭിനേതാക്കൾക്കും പ്രത്യേകിച്ച് നല്ല എന്റെ നമ്മുടെ പ്രകാശന്റെ കുട്ടി സ്നേഹ, അതേപോലെ തന്നെ ബാക്കി എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സുരേഷ് പി പടിഞ്ഞാറക്കര, ശ്രീ എസ്.കെ. കുട്ടേട്ടനെ അനുസ്മരിച്ച് സ്മരണം മധുരം എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട്. പടിഞ്ഞാറേക്കര ഗ്രാമോത്സവത്തിൽ ഗ്രാമത്തിലെ സംഘചരിത്രത്തെ ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി സംഗീതരത്നം ഡോക്ടർ സി രാമചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ച മുത്തപ്പദർശനം ആൽബത്തിന്റെ ക്യാമറ, ശ്രീപാദം പുൽകുവാൻ എന്ന ഭക്തിഗാനത്തിന്റെ രചനയും ക്യാമറയും സംവിധാനവും, ഏറ്റവും പുതിയതായി ഇറങ്ങുവാൻ തയ്യാറായിരിക്കുന്ന എന്നോമൽ കണ്ണൻ എന്ന വീഡിയോ ആൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചു വരുന്നു. വീട് അജാനൂർ പടിഞ്ഞാറേക്കര. കുടുംബം ഭാര്യ സംഗീത ടി, മകൾ ആർഷ PS. തേരമ്മയുടെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീ സുരേഷ് പി പടിഞ്ഞാറക്കര അവർകളെ ഈ പരിപാടിക്ക് നന്ദി ഭാഷണം നടത്തുന്നതിനായി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കൃഷ്ണേട്ടൻ, അദ്ദേഹത്തെ എത്ര നന്ദി പറഞ്ഞാലും അധികാവില്ല. കാരണം ആ വീട് മുഴുവനായിട്ട് നമ്മൾക്ക് അമ്മ 2 ദിവസം മുമ്പേ ചാണകമൊക്കെ മെഴുകി തന്നു. വളരെ വെളുപ്പോടെ നമ്മൾക്ക് ആ വീട് വിട്ടു തന്നു. ഒരുപാട് നന്ദിയുണ്ട് കൃഷ്ണേട്ടൻ കുടുംബത്തിന്. അതുപോലെ ശരിക്ക് ഈ അടുത്ത കാലത്ത് ഈ ചിത്രത്തിന്റെ റിലീസ് നടന്നു. അതില് പത്രസമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. പത്രസമ്മേളനത്തിന്റെ സമയത്ത് അവിടെ വേറൊരു പത്രസമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളത്. ആ സമയത്ത് എന്റെ കൂടെ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹനാണ് സുരേഷേ, ഞാനിതൊരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും പങ്കെടുത്തില്ല, പങ്കെടുത്ത് നോക്കാം, എങ്ങനെയാ നോക്കാലോ. അങ്ങനെ അതുപോലെ ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നു. സാധാരണ ശേഖരന് എനിക്ക് പ്രത്യേക കഴിവൊന്നുമില്ല.
ചെയ്ത് നോക്കാം എങ്ങനെയാവും എന്ന ആ ഉദ്യമം, ഒരു എന്താ പറയാ, ഒരു അധികപ്രസംഗം പറയാം, അങ്ങനെ ചെയ്തു. ഒരു കഥാരൂപത്തിലാക്കി. പണ്ട് നോവലൊക്കെ ഒരുപാട് വായിക്കാറുണ്ട്. നോവൽ പോലെയാണ് എഴുതിയത് ഞാൻ, ഓരോ കഥാപാത്രം എഴുതുന്നതൊക്കെ. അങ്ങനെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള, ശരിക്കും സംവിധാനമായിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. അത് എന്റെ തന്നെ, അത് എനിക്കല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്ക്രിപ്റ്റ് അതേപോലെ ഏതൊക്കെ അതിന്റെ ശരിക്കും എന്താ പറയാ, വൈഡ് ക്ലോസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ എനിക്ക് ശരിക്കും പഠിച്ചു. ഇതിൽ നിന്ന് ഒരുപാട് കാര്യം പഠിച്ചു. ഒരു പാഠശാലയാണ്. ഇവരിൽ നിന്നൊക്കെ ഒരുപാട്, ഓരോ ആർട്ടിസ്റ്റിൽ നിന്നും വളരെ പതിനായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റി. അതിന് തിരക്കഥ അതേ രൂപത്തിൽ സീൻ ബൈ സീൻ ആയിട്ട് പ്രിയപ്പെട്ട ബിനുശ്ശേരി അദ്ദേഹമാണ് എനിക്ക് ഇത് എഴുതി തന്നത്. അദ്ദേഹം എന്നെ സാർ വിളിക്കും, ഞാൻ അദ്ദേഹം സാർ വിളിക്കും. അപ്പൊ സാർ എങ്ങനെയാ സാർ വിളിക്കുന്നത്, സാർ നമ്മളാണ് സാർ വിളിക്കുന്നതൊക്കെ പറഞ്ഞാൽ എന്നാൽ എനിക്ക് സാർ തന്നെയാണ് വരുന്നത്. അതുപോലെ എല്ലാവരും, ക്യാമറ ആണെങ്കിലും എല്ലാവരും കൂടുന്നതിന്, പ്രത്യേകിച്ച് നമ്മുടെ നശിച്ചു പോകുന്ന തേറുകുളം, ആ തേറുകുളത്തിന്റെ ഭാഗമായതിന് തേരമ്മ, ഭഗവാൻ, ഈശ്വരൻ എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. അത് മാത്രമല്ല, തേരമ്മയിലൊരു ഡയലോഗുണ്ട്, ഈശ്വരൻ എല്ലാവരും രക്ഷിക്കട്ടെ എന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും, ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഈശ്വരനും തേറമ്മയും നൽകട്ടെ. അതുപോലെ ഈ തേറുകുളത്തിന്റെ പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ഇതോടുകൂടി നിൽക്കുന്നില്ല, ഇനിയാണ് പണി. വർക്ക് ഒരുപാടുണ്ട്. നാട്ടുകാരൊക്കെ കൂട്ടിയോജിപ്പിച്ച്, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ കൂട്ടിയോജിപ്പിച്ചിട്ട് ഇതിനെ, ഈ കുളത്തിനെ, നമ്മൾ ഇതിന്റെ ഇത്രയും നമ്മൾ എടുത്ത എഫക്ട് നമ്മൾക്ക് കുളത്തിന്റെ പുനരുദ്ധാരണത്തോടെ ആയിരിക്കണം അതിന്റെ ലക്ഷ്യം. ഇതൊരു തുടക്കമാവട്ടെ. എല്ലാവർക്കും, കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലിംഗഭേദമില്ല ആത്മാവിന്, ഭാവഭേദമില്ല സത്യത്തിനും. ലിംഗഭേദമില്ല ആത്മാവിന്, ഭാവഭേദമില്ല സത്യത്തിനും. ആണെന്നും പെണ്ണെന്നുമുള്ള രണ്ട് ജാതികൾ മാത്രമേ കാണും പാരിൽ, രണ്ട് ജാതികൾ മാത്രമേ കാണും പാരിൽ. മിന്നിത്തിളങ്ങുന്ന താമര കണ്ണുകൾ കത്തിജ്വലിക്കാൻ തുടങ്ങി. കാലമം ചക്രത്തിൻ വായിലെല്ലാം വിധിവിലാസത്തിൻ വിചിത്രമത്രേ. കാലമം ചക്രത്തിൻ വായിലെല്ലാം വിധിവിലാസത്തിൻ വിചിത്രമത്രേ.